പ്രിയപ്പെട്ട ഷക്കീന പ്രേക്ഷകരെ, കഴിഞ്ഞ 52 ദിവസങ്ങളായി നാം പ്രത്യേകമായൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിലായിരുന്നു. പ്രാർത്ഥനയിലൂടെ ഈ ഭൂമിയെ സ്പർശിക്കുക, അൻപത്തി 2 ദിവസം നാം പിന്നിട്ടു. 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ നാം ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ നിശ്ചയം അതായിരുന്നില്ല. വീണ്ടും ഈ പ്രാർത്ഥന തുടരേണ്ടതുണ്ട് എന്നുള്ള സ്വർഗീയ വെളിപാടിൻ്റെ പശ്ചാത്തലത്തിൽ ശുശ്രൂഷ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, പുനഃസൃഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ദൈവത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, 52 ദിവസം നമുക്കൊരു കുടുംബമായി ഒന്നിച്ചുകൂടി നമ്മുടെ നാടിനു വേണ്ടി എല്ലാ ഭൂഖണ്ഡങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ലഭിച്ച ആ ഒരു കൃപ, ആ കൃപയെ ഓർത്ത് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, എല്ലാ വരങ്ങളും അയക്കണമേ, ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, വരങ്ങളാൽ സഭയെ പണിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൃഷ്ടിയിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് പുനഃസൃഷ്ടിയിൽ പ്രകടമാകണമേ, പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക് ശക്തിയോടെ വരണമേ, അഭിഷേകമായി വരണമേ, കൃപയായി വരണമേ. വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. മന്ദീകരിച്ചുപോയ സകലാത്മാക്കളെ ഉണർത്തണമേ, ചൂട് പിടിപ്പിക്കണമേ, തീ പിടിപ്പിക്കണമേ. അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. 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 സഹിച്ചു പ്രാർത്ഥിക്കാൻ കൃപ തരണമേ, സ്നേഹിച്ചു പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ. ഞങ്ങളുടെ മേൽ വീശുക, ദൈവത്തിന്റെ തീയെ ഞങ്ങളിൽ തട്ടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആരാധന. ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെക്കീനായുടെ ടെലിവിഷൻ സെൻറ്ററിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകിയ സവിശേഷമായ ഒരു സമ്മാനമായി ഈ ശുശ്രൂഷകളെ സഭയായി നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരി ആരംഭിച്ചിട്ട് വർഷങ്ങളാവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ സഭ കടന്നുപോയിട്ടുണ്ട്. പ്രാദേശികമായ പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെ, രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, മതപീഡനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, പാഷണ്ഡതയുടെ അനുഭവങ്ങളിലൂടെ, എല്ലാം ഇങ്ങനെ സഭയിലുണ്ടായ ഭിന്നിപ്പുകളുടെ അനുഭവങ്ങളിലൊക്കെ. എന്നാൽ ഇന്ന് ലോകം മുഴുവനും ഒരു മഹായുദ്ധം എന്ന വണ്ണം തിന്മയുടെ ശക്തികൾ അരങ്ങ് തകർക്കുമ്പോൾ അതിനെതിരെ കോട്ട കെട്ടാനുള്ള ബാധ്യത നമുക്കോരോരുത്തർക്കുമുണ്ട്, സഭയ്ക്കുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. തീർച്ചയായും ഇതിന് പിൻപിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നാമൊക്കെ ധാരാളം പ്രാർത്ഥിച്ചു, പക്ഷേ ആ പ്രാർത്ഥന മതിയാവില്ല എന്നുള്ള ബോധ്യം നമുക്കോരോരുത്തർക്കും ഉണ്ടാവണം. പ്രായശ്ചിത്തത്തിലേക്ക് നാം പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ ഇതുപോലെ ക്രമീകരിക്കാൻ ഇടയായത് എന്നതിൽ സംശയമില്ല. ഇത് അവസാനിക്കാത്ത ഒരു പ്രാർത്ഥനയാണ് എന്നുള്ള സന്ദേശമാണ്. 40 ദിവസം, ഇപ്പോൾ 55 ദിവസമായി. ഈ പ്രാർത്ഥന ഇവിടെയും അവസാനിപ്പിക്കാനല്ല, മറിച്ച് ഈ പ്രാർത്ഥനയുടെ അരൂപി, ഈ പ്രായശ്ചിത്തത്തിൻ്റെ അരൂപി, ഈ കാലഘട്ടത്തിൻ്റെ തിന്മയ്ക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു അവബോധം സഭയായി നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. സഭ, കർത്താവ് രൂപാന്തരപ്പെട്ടതാണ് സഭ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകേണ്ടത് സഭയാണ്. യേശുക്രിസ്തു പരാജയപ്പെടുത്തിയവനാണ് സാത്താൻ. പരാജയപ്പെടുത്തപ്പെട്ട സാത്താൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്താനുള്ള പോരാട്ടത്തിൽ സഭ ഭാഗവാക്കാകണം. അതിനാവശ്യമാകുന്ന ശക്തി മുഴുവനും സംഭരിക്കണം. ഇതിൻ്റെ കാരണങ്ങൾ നാം കണ്ടെത്തണം. അതിന് പ്രായശ്ചിത്തം അനുഷ്ഠിച്ചുകൊണ്ട് നാം പ്രാർത്ഥനയെ ലാഘവമായി നാം എടുക്കുന്ന നമ്മുടെ സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാം ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ തയ്യാറാകണമെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച സാത്താൻ നമ്മെയും പരീക്ഷിക്കുന്നു, ഈ ലോകത്തെ പരീക്ഷിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ പരീക്ഷിക്കുന്നു. അവൻ ഒന്നാമത്തെ പരീക്ഷ എന്താണ് നൽകിയത്? നീ ദൈവമാകണം, ദൈവത്തെ ചോദ്യം ചെയ്യുക. അതാണ്. നീ ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കേണ്ടവനല്ല, ദൈവകൽപ്പന പാലിച്ചു ജീവിക്കേണ്ടവനല്ല, മറിച്ച് നീ ദൈവമാകണം. അതാണ്. പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരും ആരെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, പല വേവുകൾ കടന്നുപോയി. ഒന്നാമത്തെ വേവ്, രണ്ടാമത്തെ വേവ്. ഓരോ ഘട്ടത്തിലും നമുക്ക് ചിലപ്പോൾ ചില ദൈവീകമായ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് തിരിച്ചറിയാതെ അത് മനുഷ്യൻ്റെ കഴിവാണ്, മനുഷ്യൻ്റെ ആസൂത്രണമാണ്, മനുഷ്യൻ്റെ പ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിക്കാനിടയായി തീരുമ്പോൾ നമ്മൾ പലരും, നാമോ നമ്മളുടെ ഭരണകർത്താക്കളോ നമ്മുടെ സംവിധാനങ്ങളോ ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കാൻ തയ്യാറാകുന്നുവെന്നുള്ള അപകടമുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ സാത്താൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? എല്ലാം അപ്പമാകണം, എല്ലാം അപ്പമാകണം. ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്കുക. നിനക്ക് വിശപ്പുണ്ട്, നമുക്കൊക്കെ പലതരത്തിലുള്ള വിശപ്പുകൾ ഉണ്ടാവാം. ആ വിശപ്പുകൾക്ക് എന്തും ഭക്ഷിക്കാം എന്ന് വന്നാൽ, എല്ലാം എനിക്ക് അപ്പമാകാനുള്ളതാണ് എന്ന്, എല്ലാം എനിക്ക് അനുഭവിക്കാനുള്ളതാണ് എന്നുള്ള ആ ഒരു സ്വാർത്ഥത മാരകമായ പാപമാണ് എന്ന് നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എല്ലാം സ്വന്തമാക്കണമെന്നുള്ള മനുഷ്യൻ്റെ പ്രലോഭനം, അത് യേശുക്രിസ്തുവിനുണ്ടായ പ്രലോഭനമാണ്. യേശുക്രിസ്തുവിനുണ്ടായ പ്രലോഭനം യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്കും ഉണ്ടാവുക സ്വാഭാവികമാണ്. എല്ലാ മഹത്വവും ദൈവത്തിനാണ്, എന്നാൽ എല്ലാ മഹത്വവും നിനക്ക് ലഭിക്കുമെന്നാണ് സാത്താൻ പറയുന്നത്. എല്ലാ മഹത്വവും എനിക്കുള്ളതാണ് എന്ന് ഞാൻ ഭാവിക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ പ്രസ്ഥാനത്തിനുള്ളതാണ് എന്ന് ഞാൻ ഭാവിക്കാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാരകമായ പാപമായി നാം കണ്ടെത്തേണ്ടതുണ്ട്. പരിഹാരം എന്താണ്? എന്താണ് പരിഹാരം? ഒന്നാമതായി എനിക്ക് എടുത്തു കാണിക്കാനുള്ളത് ഹാഗാറിൻ്റെ ആ സംഭവം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 7 മുതലുള്ള വചനങ്ങളിൽ അത് മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഹാഗാറിൻ്റെ പ്രശ്നം എന്താണ്? ഹാഗാറിനെ ഭാര്യയായി അബ്രഹാം സ്വീകരിച്ചത് സാറായുടെ നിർബന്ധപ്രകാരമാണ്. പക്ഷേ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ പോരാട്ടമായി. അവിടെ നിന്നും ഓടിപ്പോകാനിടയായി. അവൾ ഓടിപ്പോകാനിടയായി. പക്ഷേ ഇടയ്ക്ക് വെച്ച് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ദൈവദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? എൻ്റെ യജമാനത്തിയായ സാറായിൽ നിന്നും ഓടിപ്പോവുകയാണ്. നീ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞു. അവൾ ഈ പ്രശ്നത്തിനു മധ്യേ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് ഓടി രക്ഷപ്പെടുക സാധ്യമല്ല. ഭയപ്പെട്ട് പിന്മാർഗം നമുക്ക് സാധ്യമല്ല. അതിനെ നേരിടാനുള്ള മാർഗങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവൾ മടങ്ങിപ്പോകാൻ തയ്യാറായി. പക്ഷേ നാം ഓർമ്മിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവത്തിന് ആദ്യമായി പേരിട്ടത് ഈ ദാസിയാണ്. അതാണ് ഹാഗാർ എന്ന ദാസിയാണ്. അവിടെ മോശ ചോദിച്ചതാണ്, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചതാണ്. യാക്കോബ് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചതാണ്. പക്ഷേ ഇവിടെ പേരിട്ടത് ഹാഗാറാണ്. ഹാഗാർ എന്ത് പേര് നൽകി? എൽറോയ് എന്ന് പേരിട്ടു. എന്നെ കാണുന്നവനെ ഞാനും കാണും, എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു. അതെനിക്കൊരു ആശ്വാസമാണ്, എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. അവൾ തിരിച്ചു നടന്നു. അവൾ ദാസിയായി വീണ്ടും അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി കുറേ കാലം കൂടി കഴിഞ്ഞ് നിറവേറുകയാണ്. അവൾ വീണ്ടും അവിടെ നിന്നും ഒളിക്കാനിടയായി. 21-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 17 മുതലുള്ള വാക്യങ്ങളിൽ, 21-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഓരോ ദൈവ പൈതലിൻ്റെയും കരച്ചിൽ സ്വർഗം ശ്രദ്ധിക്കുമെന്ന്. ഇവിടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അബ്രഹാം അവളെ യാത്രയാക്കേണ്ടി വന്നു. അവളുടെ കയ്യിലുള്ളത് കുറെ വെള്ളം മാത്രം. എന്നാൽ ആ വെള്ളം തീർന്നു. ഈ കുഞ്ഞ് വിശന്ന് നിലവിളിച്ചു. ഈ നിലവിളിയുടെ ശബ്ദം അവളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായി. കുഞ്ഞിനെ ഒരിടത്ത് കിടത്തിയിട്ട് അവൾ നേരെ തിരിഞ്ഞിരുന്നു.
അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നിന്റെ കരച്ചിൽ സ്വർഗം ശ്രദ്ധിച്ചിരിക്കുന്നു, നിന്റെ കരച്ചിൽ സ്വർഗം ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന്. അവിടെ ഒരു നീരുറവ അവൾ കണ്ടു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ വേദനയും പ്രശ്നവും ഉണ്ടാകുമ്പോൾ ഒരു പുതിയ നീരുറവ ഉണ്ടാക്കുകയല്ല, മറിച്ച് അവിടെയുള്ള നീരുറവകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് വരൾച്ചയുടെ അനുഭവമുണ്ട്, നമുക്ക് തകർച്ചയുടെ അനുഭവമുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മഹാവിശുദ്ധന്മാർക്ക് ജന്മം നൽകുവാൻ കാരണമായിട്ടുള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നീരുറവകൾ കണ്ടെത്താൻ തക്കവണ്ണമുള്ള ജ്ഞാനവും ഒരു കാഴ്ചയും എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. നമ്മുടെ എല്ലാ ദാഹവും തീർക്കുന്ന, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറുന്ന നീരുറവകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നാം ഭയപ്പെട്ട് നാം വരൾച്ചയിൽ ഓടിപ്പോവുകയാണ്. എന്താണ് ആ നീരുറവയ്ക്ക് വേണ്ടി? ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ മുഖം കാണുന്നവനാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തുന്നവന് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊരു പ്രശ്നമല്ല. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവന് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്നത് അതാണ്. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള ആ ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമതായി നാം ഓർമ്മിക്കേണ്ട കാര്യം യാക്കോബിൻ്റെ മൽപ്പിടുത്തം വളരെ പ്രസിദ്ധമാണ്. യാക്കോബിൻ്റെ മൽപ്പിടുത്തം. അവൻ അസ്വസ്ഥനാണ്. എന്തുകൊണ്ട് അവൻ അസ്വസ്ഥനാണ്? അവൻ അവകാശപ്പെട്ടത് അവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു, അവൻ വഞ്ചന കാണിച്ചു, അവന് സ്വസ്ഥത കിട്ടിയില്ല. അവൻ അവിടെ നിന്നും ഓടി ഒളിച്ചു. ലാബാന്റെ ഭവനത്തിലെത്തി. അവന് ഭാര്യമാരെ കിട്ടി, 2 ഭാര്യമാരെ കിട്ടി, 2 തോഴികളെ കിട്ടി. അവന് 11 മക്കളെ ലഭിച്ചു. പക്ഷേ അപ്പോഴും അവന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ മുഖം കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ അവൻ പൂർണ്ണമായും സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ്റെ മടക്കയാത്രയാണ്. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് നേടാൻ കഴിഞ്ഞു. അവൻ കരുതി ഈ നമുക്ക് സ്നേഹിക്കുന്ന ഈ സ്ത്രീയെ ഭാര്യയായി കിട്ടിയാൽ എൻ്റെ പ്രശ്നം തീരുമെന്ന്, ഈ സമ്പത്തെല്ലാം കിട്ടിയാൽ, ഇവിടെ പിതാവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് അവൻ വിചാരിച്ചു. അവന് മക്കളുണ്ടായാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് അവൻ വിചാരിച്ചു. അവൻ ആടുമാടുകളും സമ്പത്തും ഉണ്ടായാൽ അവന് സന്തോഷം കൈവരാൻ സാധിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും നിനക്ക് യഥാർത്ഥമായ സമാധാനം നൽകുകയില്ല, യഥാർത്ഥമായ സന്തോഷം നിനക്ക് നൽകുകയില്ല. ദൈവത്തെ മുഖാമുഖം കാണാൻ സാധിക്കുന്നവന് മാത്രമേ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മടക്കയാത്രയിൽ അതുകൊണ്ടാണ് യാബോക്ക് കടവിന് അരികിൽ അവനെത്തുന്നതും എല്ലാ സമ്പാദ്യങ്ങളും അവൻ മറുകരയ്ക്കയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവുമായി സംവദിക്കാൻ ഈ ലോകത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി ഞാൻ കണ്ടെത്തിയിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളോടും വിട പറയേണ്ടതുണ്ട്. എല്ലാ മറുകരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇക്കര ഞാനും എൻ്റെ ദൈവവും മാത്രം
പക്ഷേ ആ രാത്രി മുഴുവനും അവൻ മൽപ്പിടുത്തം നടത്തി. അത് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും ഒരു മൽപ്പിടുത്തമായിരുന്നു എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം അസ്വസ്ഥമായി തീരുന്നതിന് അടിസ്ഥാനം ദൈവത്തിൻ്റെ മുഖം കാണാത്തത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ സ്വരമനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഒരു കുറുക്കു വഴിയും കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല. രാത്രി മുഴുവനും അവൻ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു. ആരോട് മൽപ്പിടുത്തം? സഹോദരനെതിരെയോ മൽപ്പിടുത്തം? അല്ല, നീ സഹോദരനോടാണ് മൽപ്പിടുത്തമെന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥമായ മൽപ്പിടുത്തം ദൈവത്തോട് തന്നെയാണ് എന്ന്. ഇവിടെ ശത്രുവിനോടാണ് ഞാൻ മൽപ്പിടുത്തം നടത്തുന്നത് എന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ മൽപ്പിടുത്തം ഞാൻ ദൈവത്തിനെതിരെയാണ്. ആ ഒരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി മനുഷ്യന് വിജയം നേടാൻ സാധിക്കുമോ? ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി മനുഷ്യന് വിജയം നേടാൻ സാധിക്കുമോ? ഭോഷനായ മനുഷ്യൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അവസാനം ഇവൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവൻ ഇത്രമാത്രം വഞ്ചന കാണിച്ചിട്ടുള്ളവനാണ്. ആ വഞ്ചനയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവനാണ്. ലാബാൻ ഇവനേക്കാൾ വലിയ വഞ്ചകനാണ്. അവനിൽ നിന്ന് ഓടി ഒളിച്ചു വരികയാണ്. പക്ഷേ അപ്പോഴും അവൻ വിചാരിക്കുന്നത് എന്താണ്? ലാബാന് കൂലി വെട്ടിക്കുറയ്ക്കുകയും ഒരു സ്ത്രീയെ, മകളെ കാണിച്ചിട്ട് മറ്റേ മകളെ വിവാഹം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു. വഞ്ചനയ്ക്ക് ഫലം വഞ്ചന, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതുകൊണ്ടും അവൾക്ക് ഈ ഇത്രയും മക്കളും സമ്പാദ്യങ്ങളുമായി മടങ്ങുമ്പോഴും അവന് സമാധാനമില്ല. അവൻ മൽപ്പിടുത്തക്കാരൻ തന്നെയാണ്. ഞാനും നിങ്ങളും തീർച്ചയായും ധ്യാനിക്കേണ്ട വിഷയമാണ്. ഞാൻ ആർക്കെതിരെയാണ് മൽപ്പിടുത്തം നടത്തുന്നത്? മൽപ്പിടുത്തം നടത്തുന്നവന് സമാധാനം അനുഭവിക്കാൻ സാധിക്കുമോ? അവന് സൗഖ്യം അനുഭവിക്കാൻ സാധിക്കുമോ? അവന് ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാൻ അവന് സാധിക്കുമോ? അവസാനം ഇവൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയ്ക്കൊരടി, സാവൂളിനടിയേറ്റതുപോലെ, സാവൂളി കുതിരപ്പുറത്തു നിന്നും അവൻ്റെ അഹങ്കാരം മുഴുവൻ ഒലിച്ചു പോകത്തക്കവണ്ണം തറയിൽ നിബദിച്ചതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം, ദൈവത്തിൻ്റെ സ്പർശനം മനുഷ്യൻ നിശ്ചയിക്കുന്നത് പോലെയല്ല, അത് സ്നേഹസ്പർശനമാണ്. യാക്കോബിനുണ്ടായ ആ ഒരു സ്പർശനവും സ്നേഹസ്പർശനമായിട്ടാണ് നാം കാണേണ്ടത്. എനിക്കുണ്ടാകുന്ന ഒരു രോഗം അതൊരു സ്നേഹസ്പർശനമായിട്ടാണ് കാണേണ്ടത്. ഞാൻ മാരകമായ രോഗത്തിന് വിധേയനായി കടന്നുപോയവനാണ്. കാൻസർ രോഗത്തിന് വിധേയനായി കടന്നുപോയ ആളാണ്. ഞാൻ അവസാനം തിരിച്ചറിഞ്ഞു അത് ദൈവം എന്നെ സ്പർശിച്ചതാണ് എന്ന്, എന്നെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് എന്നെ സ്പർശിച്ചതാണ് എന്ന്. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആ വലിയ ചികിത്സയ്ക്ക് ശേഷം ഞാൻ അവസാനം ഈ ഒരു തിരിച്ചറിവിലേക്കാണ് ഞാൻ കടന്നു വന്നത്. ഈ തിരിച്ചറിവാണ് എന്നെ വിമോചിപ്പിച്ചത്. ദൈവമാണ് എന്നെ സ്പർശിക്കുന്നത്. അതുകൊണ്ട് രോഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, പലതരത്തിലുള്ള കടബാധ്യതകളിലോ പ്രശ്നങ്ങളിലോ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ഓർമ്മിക്കുക, നിനക്കൊരു മോചനമുണ്ട്. ദൈവം നിന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്പർശനം നീ തിരിച്ചറിയുക. അവസാനം അവൻ തിരിച്ചറിഞ്ഞു. അതുവരെയും മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നവൻ അവൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടയക്കുകയില്ല. അതൊരു വിശ്വാസിയുടെ മനോഹരമായ പ്രാർത്ഥനയാണ്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ദൈവത്തോട് ഏറ്റുപറയാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയുടെ ആ വിശ്വാസത്തിൻ്റെ ആഴം ഏറെയാണ്. ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കടന്നു വരണം. ഇന്ന് ഈ മഹാമാരിയിൽ നിന്ന് വിടുതൽ ലഭിക്കാതെ ഞങ്ങൾ ഉറങ്ങുകയില്ല. ഞങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും. അത് തീർച്ചയായും മക്കളുടെ നിലവിളി ദൈവത്തെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ദൈവത്തെ അസ്വസ്ഥമാക്കുമെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് അടങ്ങിയിരിക്കുക സാധ്യമല്ല. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒന്ന് നാം അറിയണം പ്രിയപ്പെട്ടവരെ, നാം നടത്തുന്ന യാന്ത്രികമായ പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് നാം പോകേണ്ടതുണ്ട്. എല്ലാ സാധ്യതകളും എല്ലാ മാർഗങ്ങളും തേടിക്കൊണ്ട് പരിഹാരം അനുഷ്ഠിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പാപം അത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്
തിരിച്ചറിവ് നാം മനസ്സിലാക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവിടെ പെയ്തിറങ്ങിയിട്ടുള്ള ഈ മഴയേക്കാൾ അധികം ഭ്രൂണഹത്യയിലൂടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക രക്തം വീണ മണ്ണാണ് ഇവിടെയാണ് സ്വർഗം പണിയാൻ ഓരോ വ്യക്തിയും ശ്രമിക്കുന്നത്, നാം പരിശ്രമിക്കുന്നത്. കുടുംബത്തെ സ്വർഗമാക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തെറ്റുകൾക്ക് മാപ്പിരക്കാതെ മോചനമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മണ്ണ് കുതിർന്നിരിക്കുന്നത് പടയോട്ടങ്ങളിലൂടെയും ഭ്രൂണഹത്യയിലൂടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെയും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയും നനഞ്ഞ് ഇപ്പോഴും കുതിർന്നു കിടക്കുന്ന ഒരു മണ്ണിലാണ് സ്വർഗം പണിയാൻ മനുഷ്യൻ വ്യർത്ഥമായി ശ്രമിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം. അവിടെ അതിനെ അലിയിക്കാൻ എൻ്റെ കണ്ണുനീരൊഴുകിയിറങ്ങണം. ഞാൻ കരയുന്നിടത്ത് എൻ്റെ ദൈവം കരയും. മാർത്തയുടെ ഭവനത്തെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഉറക്കക്കരയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ പറഞ്ഞു, നിന്റെ പേരെന്താണ് എന്ന് യാക്കോബ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ എന്തിനാണ് പേരറിയുന്നത്? അവനെ അനുഗ്രഹിച്ചിട്ട് കടന്നുപോയി. അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? നീ എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവനെ അനുഗ്രഹിച്ചിട്ട് കടന്നുപോയി. അവൻ വീണ്ടും പറഞ്ഞു, അവന് തിരിച്ചറിവുണ്ടായി, ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നുവല്ലോ. യാക്കോബിൻ്റെ ചരിത്രത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കടക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. നിങ്ങളത് വായിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജ്യേഷ്ഠനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവൻ യഥാർത്ഥത്തിൽ ജ്യേഷ്ഠനെയല്ല ഭയപ്പെട്ടത്, ദൈവവുമായി രമ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രേഷ്ഠനായ ജ്യേഷ്ഠനായി അവൻ മാറി. അവനെ അകലെ വെച്ച് എന്നെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ദൈവത്തിൻ്റെ മുഖം കണ്ടാടുന്ന വണ്ണമാണ് ഞാൻ നിന്റെ മുഖം കാണുന്നത്. ജ്യേഷ്ഠൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുന്ന ആ ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ മനോഹരമായ ഒരവസ്ഥയാണ് എന്ന് നാം ഓർമ്മിക്കണം. ശത്രുതയിലും വെറുപ്പിലും കൊലപാതകങ്ങളും കഴിയുന്നു. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഈ കൊലപാതകങ്ങൾ, യുദ്ധ സമാനമായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിലെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, നൊമ്പരപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ വേദനയകറ്റാൻ, ദൈവത്തിൻ്റെ മുഖം കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പരിശുദ്ധ തിരുസഭയിലാണ്. എന്തുകൊണ്ടാണ് സഭയ്ക്കെതിരെ ഇതുപോലെ ഈ വിരുദ്ധ ശക്തികൾ ആഞ്ഞടിക്കുന്നത്? സഭയുടെ ശക്തി ഞാനും നിങ്ങളും അറിയുന്നതിനേക്കാൾ സാത്താൻ അറിയാം. യേശുക്രിസ്തുവിൻ്റെ രൂപമാണ്, യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. യേശുക്രിസ്തു, ഉദ്ധിതനായ യേശു മറുരൂപപ്പെട്ടതാണ്. ഈ ലോകത്തിൻ്റെ രക്ഷ പ്രിയപ്പെട്ടവരെ അറിയുക ഈ തിരുസഭയിലൂടെയാണ്. തിരുസഭയിലെ നിക്ഷേപങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം തയ്യാറാകണം. വ്യക്തികളായി, സഭയായി നാം തയ്യാറാവണം. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. തിരുസഭയിലേക്ക് നാം മടങ്ങുക. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ മഗ്ദലനയോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കലേക്ക് ആരോഹണം ചെയ്യൂ എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താണ്? നീ ഇനിയും എന്നെ കാണാൻ എൻ്റെ അടുത്തേക്കല്ല വരേണ്ടത്, ഉദ്ധിതനായ യേശുവിനെ കാണാൻ. ഇനിയും അവിടെ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കാണാനല്ല പോകേണ്ടത്, ഇവിടെ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കാണാനല്ല പോകേണ്ടത്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ പോകേണ്ടത് നിന്റെ സഭാ കൂട്ടായ്മയിലേക്കാണ്. സഭാ കൂട്ടായ്മയെ പരിക്കേൽപ്പിച്ചുകൊണ്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഈ സഭാ കൂട്ടായ്മയെ മോശമാക്കിക്കൊണ്ട്, ഭിന്നിപ്പിച്ചുകൊണ്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഈ ലോകത്തിൻ്റെ രക്ഷ സഭയിലൂടെയാണ് എന്നുള്ള തിരിച്ചറിവ്
നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം. സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എതിർപ്പുകളാണ്. കാരണം സഭയെ സാത്താൻ ഭയപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാത്താനെ പരാജയപ്പെടുത്തിയ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളുടെ തുടർച്ച സഭയിലൂടെ, കൂദാശകളിലൂടെ ഇന്ന് നിറവേറ്റപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഭയോട് ഒന്നു ചേർന്ന് നിൽക്കുക. വചനം സ്വീകരിച്ചവർ മാമോദീസ സ്വീകരിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന ഇവയിൽ ഉറ്റിരുന്നു. എന്താണ് ഈ കൂട്ടായ്മ? എവിടെയെങ്കിലും ഒന്നിച്ചു കൂടിയാൽ കൂട്ടായ്മയാകുമോ? സഭയിൽ ഭിന്നിപ്പുണ്ടായി മാറുന്നത് സഭയാകുമോ? കൂട്ടായ്മയാകുമോ? സഭ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ. അതിനപ്പുറത്ത് ഒരു കൂട്ടായ്മയില്ല. ആ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യേശു അനുഭവത്തിൽ ആഴപ്പെടാനും നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നീ പരിശ്രമിച്ചാൽ നീ വലിയ പോഷനായിത്തീരും. യോഹന്നാൻ ശ്ലീഹ, തോമസ് ശ്ലീഹ ആ കൂട്ടായ്മയിലായിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു അഭിഷേകത്തിൻ്റെ തികവിലേക്ക് കടന്നു വന്നത്. നാം പോരാളികളായി തീരണമെങ്കിൽ സഭാ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. സഭാ കൂട്ടായ്മയിൽ പരമപരിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മ ഈ സഭാ കൂട്ടായ്മയുടെ അവിഭാജ്യ ഘടകമായി നമുക്ക് നേതൃത്വം നൽകുന്നു. സഭയുടെ ഏറ്റവും പൂർണ്ണമായ ഒരു മാതൃകയായി പരിശുദ്ധ അമ്മ ഇവിടെ നിൽക്കുന്നു. പടനയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവീകരുണ്ട്, രക്തസാക്ഷികളുണ്ട്, അവരുടെ മാലാഖമാരുടെ വൃന്ദമുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് തിരുസഭ എന്ന യാഥാർത്ഥ്യം. ആ സത്യത്തെ നാം ഉപേക്ഷിച്ച് കളയുന്നു. ഈ സത്യത്തെ ഉപേക്ഷിച്ച് കളയുന്നു. ആ അധികാരിയെ അനുസരിക്കാതിരിക്കുന്നു. സഭയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നു. എന്നിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, ഞാൻ സഭാംഗമാണെന്ന് പറയുന്നു. സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന സാത്താന് അവൻ്റെ ലക്ഷ്യമുണ്ട്. സഭയെ തകർത്താലേ ഇവിടെ സാത്താൻ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ആ പക്ഷം ചേരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓർമ്മിക്കുക, നിങ്ങൾ ചെയ്യുന്നത് മഹാപാതകമാണ്. സഭാ കൂട്ടായ്മയെ ബലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മൂന്നാമതായി നാം ഓർമ്മിക്കുക, കൂദാശകളിലൂടെയാണ് സാധ്യമാകുന്നത്. പരിശുദ്ധ അമ്മയെ മുൻനിർത്തി പരിശുദ്ധാത്മാവിനെ നൽകിയത് ആർക്കാണ്? ഒറ്റപ്പെട്ട വ്യക്തികൾക്കാണോ? അല്ല, സഭയ്ക്കാണ് നൽകിയത്. കൂദാശകൾ നൽകിയത് ആർക്കാണ്? സഭയ്ക്കാണ് നൽകിയത്. വചനം നൽകിയത് ആർക്കാണ്? സഭയ്ക്കാണ് നൽകിയത്. പ്രബോധന അധികാരം നൽകിയത് ആർക്കാണ്? സഭയ്ക്കാണ്. അവിടെ ഈ സഭയോട് ചേർന്ന് നിന്ന് കൗദാശിക ജീവിതം നയിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ ഒരു പൂർണ്ണത കണ്ടെത്തി നാം ഒക്കെ പടയാളികളായി മാറാതെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുക സാധ്യമല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നില്ല. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 26-ാമത്തെ വചനങ്ങൾ, 26 മുതലുള്ള വചനങ്ങളിൽ ഫിലിപ്പോസിൻ്റെയും എത്യോപ്യക്കാരൻ്റെയും സംഭവം വിവരിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഇവിടെ എത്യോപ്യ രാജ്ഞിയുടെ മകൻ, രാജ്ഞിയുടെ കൽദാക്കെ കൽദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ യെരുശലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അവനെന്താണ്? ഒരു സാധാരണ മനുഷ്യൻ. അവൻ്റെ പേരെന്താണ്? ഷണ്ടനെന്ന്. കുറവുകളുള്ള, പരിമിതികളുള്ള ഒരു മനുഷ്യനാണ്. അവന് അന്നത്തെ വിശ്വാസമനുസരിച്ചുള്ള നിയമങ്ങൾ അവൻ പാലിച്ചു. വർഷത്തിലൊരിക്കലെങ്കിലും യെരുശലേം ദേവാലയത്തിൽ എത്തണം. ആ നിയമം പാലിച്ചു മടങ്ങി വരുന്ന അവൻ ഒരു കാര്യം ചെയ്തു. അവന് കിട്ടിയ ഒരു ആത്മീയമായ ഉൾക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വചനം തുറന്നു. വചനം തുറക്കുക എന്നാൽ സ്വർഗം ശ്രദ്ധിക്കുന്ന വിഷയമാണ്. വചനം തുറക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, ദൈവം ശ്രദ്ധിക്കുന്ന വിഷയമാണ് എന്ന് അപ്പോൾ
12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ ഫിലിപ്പോസിന് സ്വർഗത്തിൽ നിന്നും വെളിച്ചം ലഭിച്ചു. സ്വർഗത്തിൽ നിന്ന് നിയോഗം ലഭിച്ചു. നീ പോകുക, നീ പോയി ഈ ഗാസായിലേക്കുള്ള വഴിയിലൂടെ ഗാസായിലേക്കുള്ള വഴിയിലേക്ക് പോകുക. അവിടെ എത്തിയപ്പോഴാണ് ഈ ഭണ്ഡാര വിചാരിപ്പുകാരനായ കൽദാക്കെ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ഡനായ മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വായിക്കുന്നത് കണ്ടത്. അവൻ ആ രഥത്തോട് ചേർന്ന് നടന്നു. അവനോട് ചേർന്ന് നടന്നു എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ അസ്വസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരെല്ലാം കൈവിട്ട് കളയേണ്ടവരല്ല, അവരെല്ലാം ഉപേക്ഷിച്ച് കളയേണ്ടവരല്ല. അവൻ്റെ അടുത്തേക്ക് ഓടണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. വേദന അനുഭവിക്കുന്നതിൻ്റെ അടുത്തേക്ക്, സത്യം കണ്ടെത്താത്തവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണമെന്നാണ്. അല്ലാതെ മറ്റുള്ളവരെ നാം അകറ്റി നിർത്തുക എന്നുള്ളതല്ല. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ വായിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആരും വ്യാഖ്യാനിച്ചു തരുന്നില്ലെങ്കിൽ ഞാനിതെങ്ങനെ മനസ്സിലാക്കും? വ്യാഖ്യാനിച്ചു തരുന്നില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? ഉടനെ രഥം നിന്നു. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കണം. നമ്മളുടെ തിരക്കിനിടയിൽ ഓട്ടത്തിലാണ്. ഞാനാകുന്ന രഥം തിരക്കിൽ. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഞാനില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കുകയില്ല എന്ന്. കോവിഡ് കാലം നൽകുന്ന ഒരു സന്ദേശവും അതാണ്. ആൾക്കൂട്ടമില്ലെങ്കിലും എല്ലാം നടക്കും എന്ന്. സ്വർഗം ആഗ്രഹിക്കാത്ത ആൾക്കൂട്ടങ്ങൾ, നാം ഇന്ന് ആഡംബരങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടുന്ന ഈ സാധനങ്ങളെല്ലാം മ്ലേച്ഛമാണ് എന്ന് പ്രവാചകനെ പോലെ വിളിച്ചു പറയാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആരാധനയ്ക്ക് സഹായകമല്ലാത്തതെല്ലാം ദേവാലയത്തിൽ നിന്ന് പുറന്തള്ളുക. യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ആരാധനയ്ക്ക് അനുയോജ്യമല്ലാത്തതെല്ലാം പുറന്തള്ളപ്പെട്ടു എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. എങ്കിൽ എന്നിൽ നിന്ന് പുറന്തള്ളേണ്ടതുണ്ട്, എൻ്റെ കൂട്ടായ്മയിൽ നിന്നും പുറന്തള്ളേണ്ടതുണ്ട്, നമ്മുടെ സഭാ ശരീരത്തിൽ നിന്നും പുറന്തള്ളേണ്ടതുണ്ട്, നമ്മുടെ സംവിധാനങ്ങളിൽ നിന്നും പുറന്തള്ളേണ്ടതുണ്ട് എന്ന് നാം ഓർമ്മിക്കണം. ഇവിടെ അവനോട് ചേർന്നിരുന്നു കൊണ്ട് വചനം വ്യാഖ്യാനിച്ചു തുടങ്ങി. യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ് അവൻ വായിച്ചു കൊണ്ടിരുന്നത്. അവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിനിടയിൽ, ഈ വചനത്തിന് മധ്യേ, ഈ വരികൾക്കിടയിൽ യേശു ക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു. യേശുക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ മധ്യേ, വചനങ്ങളിൽ, ഈ വചനങ്ങൾക്കിടയിൽ യേശുക്രിസ്തുവിന്റെ മുഖം തെളിയും, ദൈവത്തിൻ്റെ മുഖം തെളിയും. അത് നിന്റെ രക്ഷയ്ക്ക് പര്യാപ്തമാണ്. അതുകൊണ്ടാണ് ഈ വചന വായനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. അവസാനം യേശുക്രിസ്തുവിനെ അവൻ കണ്ടെത്തി. അവസാനം അവൻ അവിടെ ജലാശയം കണ്ടപ്പോൾ ചോദിച്ചു, ഇനിയും എനിക്ക് മാമോദീസ നൽകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. അവന് മാമോദീസ നൽകി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് വഹിച്ചു കൊണ്ടുപോയി എന്നാണ്. അതാർക്കും ക്ലെയിം ചെയ്യാനുള്ളതല്ല. മാനസാന്തരം ആരുടെ അവകാശമല്ല. എൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു എന്ന് പറയാൻ ആരും വേണ്ട. അതെല്ലാം മാനസാന്തരം സ്വർഗത്തിൻ്റെ കാര്യമാണ്. ഞാനും നിങ്ങളും ഉപകരണങ്ങളായി മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കുക, നാലാമതായി സുവിശേഷ വേളയിലൂടെ യേശുക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കാൻ നമുക്ക് സാധിക്കും. ഗലാത്യക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനം എങ്ങനെയാണ്? 4-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ രൂപം തെളിയുക, അത് മറ്റുള്ളവർ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ്. എന്നിൽ വളരുന്ന ദൈവരാജ്യം മറ്റുള്ളവരിലേക്ക്
അങ്ങ് വളരുന്നതാണ് സുവിശേഷ വേല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ തെളിഞ്ഞു വരുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമോ? പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കുക, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ എന്തു ചെയ്യുന്നുണ്ട്? നീ വല്ലപ്പോഴും മിഷൻ സൺഡേക്ക് കൊടുക്കുന്ന സംഭാവന, ആ സംഭാവനയല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ ലോകമാനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എന്തെങ്കിലും പ്രേരണ ചെലുത്തുന്നുണ്ടോ? നിന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയെങ്കിലും, നിന്റെ അയൽവക്കക്കാർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് ഈ പ്രസവ വേദന അനുഭവപ്പെടണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറ്റുള്ളവരിൽ തെളിയുന്ന ക്രിസ്തുവിൻ്റെ രൂപം. സഭ എങ്ങനെ നിർജീവമായി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നിർജീവമായി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഒരുപക്ഷെ ജഡത ബാധിക്കാൻ ഇടയായിട്ടുണ്ട് എന്ന് ആ ഒരു വിമർശനത്തെ പൂർണ്ണമായി നമുക്ക് തള്ളുക സാധ്യമല്ല. മിഷണറി അല്ലാത്ത സഭയ്ക്ക് നിലനിൽക്കാൻ അവകാശമില്ല. അതാണ്, മിഷണറി അല്ലാത്ത സഭയ്ക്ക് നിലനിൽക്കാൻ അവകാശമില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭ എപ്പോഴും മിഷണറിയാണ്. വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഈ മിഷൻ ദൗത്യത്തിൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ടോ? അവർക്ക് കൂദാശ ജീവിതമുണ്ടോ? വീട്ടിലുള്ളവർക്ക് പോലും എനിക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഈ വിശ്വാസവും ക്രിസ്തു സ്നേഹവും നൽകാൻ സാധിക്കുന്നില്ല. ഈ കൂദാശകളോടുള്ള ആഭിമുഖ്യം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ പോലും ക്രിസ്തുവിൻ്റെ മുഖം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് അനുഭവപ്പെടേണ്ട വേദന. പ്രിയപ്പെട്ടവരെ, നാം സഭ പണിയേണ്ടവരാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ച് നമുക്കറിയാം. ഫ്രാൻസിസ് അസീസിക്ക് ലഭിച്ചതെന്താണ്? പള്ളി പണിയുക എന്ന് പറഞ്ഞു. പള്ളി പണിയുക എന്ന സന്ദേശം. അവൻ ആദ്യം വിചാരിച്ചത് എന്താണ്? പള്ളി പണിയുക എന്ന് പറഞ്ഞാൽ ഇടവ ദേവാലയം പണിയുക എന്നുള്ളതാണ് എന്ന്. അവസാനം അവൻ തിരിച്ചറിഞ്ഞു സഭയെ നവീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിളിയതാണ്, ഈ കാലഘട്ടത്തിൻ്റെ വിളിയതാണ്. കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ദൗത്യമുണ്ട്. ദൈവ വിളി കൊണ്ട് സമ്പന്നമായൊരു സഭയാണ് കേരളത്തിലെ സഭ. നാം ഓർമ്മിക്കേണ്ടതുണ്ട്, ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമ്മളെ വൈദികരും സന്യസ്തരും അൽമായ പ്രേക്ഷിതരുമുണ്ട്. നമുക്ക് ആ ഒരു ദൗത്യത്തിൽ നാം പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സഭ പണിയണം. ഇവിടെ ഫ്രാൻസിസ് അസീസി സഭ പണിതത് 3 അടിസ്ഥാനങ്ങളിലാണ്. 1 പുൽക്കൂട്, 2 കൃപ സക്കറാരി, 3 കുരിശ്. അതിൻ്റെ വിശദീകരണം ഈ അവസരത്തിൽ നമുക്ക് സമയം അനുവദിക്കുന്നില്ല, അതിലേക്കും കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ പുൽക്കൂട്ടിലെ ലാളിത്യം വിശുദ്ധ കുർബാനയിൽ അത് പൂർണ്ണമാവുകയാണ്. അതിൻ്റെ ആ ഒരു സമ്പൂർണമായ ആ ഒരു ആവിഷ്കാരമാണ് കുരിശിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ലളിതമാകാത്ത എൻ്റെ ഗുരുവിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഇതുപോലെ പിച്ചു ചിന്തപ്പെട്ടെങ്കിൽ, ഈ സഭ ഇന്ന് ഇതുപോലെ പിച്ചു ചിന്തപ്പെടാൻ ഇടയായാൽ എന്തിന് നമ്മൾ ബേജാറാവണം? അതാണ്. ഇതിൻ്റെ ഫലമായി മഹാവിശുദ്ധന്മാർ ജന്മം പ്രാപിക്കും. എന്ന് ഈ വിശുദ്ധന്മാർ ജന്മം പ്രാപിക്കും, അന്ന് ഈ മഹാമാരികളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. അതാരാണ്? ഞാനും നിങ്ങളും വിശുദ്ധരായി തീരണം എന്ന് ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മരിയ വിയാനി അയക്കപ്പെട്ടത് എവിടേക്കാണ്? ആർട്സിലേക്ക് അയക്കപ്പെട്ടു. പള്ളി തുറക്കാറില്ല, വിശുദ്ധ കുർബാനയില്ല, ജനമെല്ലാം അവരുടെ വഴിക്കാണ്. അവർ പാപപരമായ ജീവിതം. എന്തു ചെയ്തു? വിയാനി ഒന്നാമതായി ചെയ്തത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം ഉപയോഗിച്ച് ഒരു കുർബാന മേശ തീർത്തു, വാങ്ങി. രണ്ടാമതായി 2 മാലാഖമാരുടെ രൂപം പടിഞ്ഞാറെ വാതിൽ പ്രതിഷ്ഠിച്ചു. 2 മാലാഖമാരുടെ രൂപം പടിഞ്ഞാറെ വാതിൽ പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ 3-ാമതായി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങൾ ഒരുക്കി.
ഇവൻ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരിയ വിയാനി വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങി. ആരാധനയ്ക്ക് അത്ര പ്രാധാന്യം. നാലാമതായി കുംഭസാരത്തിന് വേണ്ടി കപ്പേള തീർത്തു. ഈ നാല് കാര്യങ്ങളാണ് ആർസിൽ സഭയെ പടുത്തുയർത്താൻ മരിയ വിയാനി ഉപയോഗിച്ചതെങ്കിൽ അതിനോട് ചേർത്തൊരു പക്ഷേ പ്രിയപ്പെട്ടവരെ ചിലതുകൂടി കാലഘട്ടത്തിൽ നാം ചേർക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ അമ്മ ഓരോ സന്ദർഭത്തിലായി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട റാണി, കഞ്ചിക്കോട് റാണി ഈ ദിവസങ്ങളിലെല്ലാം സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ സന്ദേശങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുത്തപ്പെടുന്നത് ഇതാണ്. ഈ വെളിപ്പെടുത്തലുകൾ നമ്മുടെ നാട്ടിലും ഞാൻ വിളിച്ചാൽ ശ്രവിക്കുന്ന അത്ര ദൂരത്തിലും എത്തിച്ചേർന്നിട്ടും തിരിച്ചറിയാൻ സാധിക്കാത്ത ഭോഷനായ വിശ്വാസി എന്ന് സ്വർഗത്തിൻ്റെ നിലവിളി നീ തിരിച്ചറിയും? എന്ന് നിന്റെ സഭയെ നീ ശക്തിപ്പെടുത്തും? എങ്ങനെ ഈ പോരാട്ടത്തിൽ വിജയിയാകാൻ സാധിക്കും എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ്, സോളമൻ ദേവാലയം പണിയാൻ നിയോഗം ലഭിച്ച ആളാണ് സോളമൻ. ദാവീദ് ആഗ്രഹിച്ചു, എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. അത് ചുരുക്കി ഞാൻ പറയാം, 7 വർഷം കൊണ്ട് മനോഹരമായ യെരൂശലേം ദേവാലയം തീർത്തു. അവിടെ ദൈവം ഇറങ്ങി വസിച്ചു എന്ന് വായിക്കുന്നു. തുടർന്ന് സംഭവിക്കുന്ന ഓർമ്മിക്കണം, അദ്ദേഹം ഒരു വലിയ കൺസ്ട്രക്ടറായി, വലിയൊരു നിർമ്മാതാവായി അവൻ മാറി. അവസാനം അവൻ എന്ത് പണിതു? അവൻ്റെ കൊട്ടാരം 13 വർഷമെടുത്തവൻ പണിതു. ദൈവത്തിൻ്റെ ഭവനം പണിയാൻ 7 വർഷം, തൻ്റെ ഭവനം പണിയാൻ 13 വർഷം. പ്രയോറിറ്റികൾ മാറി. അവസാനം എന്ത് സംഭവിച്ചു? 700 ഭാര്യമാര്, അവർ പല ദേവന്മാരുമായി അവിടെ കടന്നു വന്നു. ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദേവാലയം പണിതവൻ ഇവിടെ വിജാതീയ ദേവന്മാർക്ക് വേണ്ടി അവർക്ക് ആരാധനാലയങ്ങൾ പണിയാൻ വരെ തയ്യാറായി. അവിടെ കാനന കൊട്ടാരങ്ങൾ ഭാര്യമാർക്ക് വേണ്ടി തീർത്തു. അവൻ്റെ ജീവിതത്തിൻ്റെ ദയനീയത പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അവൻ പണം മോഷ്ടിച്ചു, അവൻ സ്വർണം മോഷ്ടിച്ചു, അവനെ മോഷ്ടിക്കാവുന്നതെല്ലാം മോഷ്ടിച്ചു. 700 ഭാര്യമാരെ വിവാഹം കഴിച്ചു, സ്ത്രീകളെ വിവാഹം കഴിച്ചു, വിജാതീയ ദേവന്മാരെ ആരാധിച്ചു. ഇൻഫന്റ് സാക്രിഫൈസ് വരെ, കൊച്ചു കുഞ്ഞുങ്ങളെ ബലികഴിക്കുന്ന ആ ഒരവസ്ഥയിൽ വരെ കൂപ്പുകുത്തി എന്ന് ഓർമ്മിക്കുക. നാലാമതായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന സോളമൻ, യേശു ക്രിസ്തു എന്ന ആ ഒരു പള്ളി, യേശു ക്രിസ്തു എന്ന സഭ, ആ സഭ പടുത്തുയർത്തുക. സോളമൻ എന്താണ്? സോളമന് ചുറ്റും കൂടിയ സ്ത്രീകളാൽ സ്വാധീനിക്കപ്പെട്ട് അവൻ അവരെ പോലെ ആയെങ്കിൽ യേശു ക്രിസ്തുവിന് ചുറ്റും ഇതുപോലെ പാപികൾ ഒന്നിച്ചുകൂടി അവിടെ എന്ത് ചെയ്തു? അവരെല്ലാവരും യേശുവിലേക്ക് രൂപാന്തരപ്പെട്ടു. അതാണ് വ്യത്യാസം. യേശു ക്രിസ്തുവിലേക്ക് അവർ രൂപാന്തരപ്പെട്ടു എന്ന് നാം മറ്റുള്ളവരെ ഇടയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി അവരെ വേദനിപ്പിക്കാതെ ഇവരെയും വേദനിപ്പിക്കാതെ സത്യം പറയാതെ ഇങ്ങനെ മുന്നോട്ട് പോയി സുവിശേഷം വേണ്ടതുപോലെ പങ്കുവെക്കാതെ മുന്നോട്ട് പോയി അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. അതിന് നാം അനുവദിക്കുകയില്ല. അതാണ് നാം തീരുമാനമെടുക്കേണ്ടത്. ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹൃദയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മൾ ഉണർന്നെഴുന്നേൽക്കണം. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഈ കഴിഞ്ഞ 53 ദിവസങ്ങളായി 53ാമത്തെ ദിവസമാണെന്ന് നാം പങ്കാളികളായി. ഇത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി മാറണം. ഇതിനെ തുടർന്ന് നാം 5 ദിവസം കൃതജ്ഞതയുടെ ആ പ്രാർത്ഥനകൾ, ആരാധനകൾ ക്രമീകരിക്കുകയാണ്. അതിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇതുപോലെ ഇതേ സമയത്ത് തന്നെ അതിലും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയെ മുൻനിർത്തിക്കൊണ്ട് പോരാടണം. നമുക്ക് വിജയം നേടണം. എല്ലാ തിന്മയുടെ ശക്തികളെയും
തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ പൂർവികര് അവരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ജപമാലകളുമായി, അവരുടെ കൂദാശ ജീവിതവുമായി, പള്ളിയോടുള്ള ബന്ധവുമായി മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നുമൊക്കെ നമ്മെ സംരക്ഷിച്ച നമ്മുടെ പൂർവികരുടെ പാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുൻനിർത്തി സ്വർഗത്തെ കൂട്ടുപിടിച്ച് മാലാഖമാരെയും പരിശുദ്ധന്മാരെയും കൂട്ടുപിടിച്ച് ഇന്ന് ഈ ലോകം അഭിമുഖീകരിക്കുന്ന ഈ മാരകമായ രോഗത്തെ, ഒരു രോഗം മാത്രമല്ല, എല്ലാ തലങ്ങളിലും കുടുംബങ്ങൾ തകർന്നു, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, ഇവിടെയെല്ലാം വ്യവസായമായി തീർന്നു. ഈ ആസക്തിയാലാണ് നയിക്കപ്പെടുന്നത്. ഇതിനെ തിരുത്തി കുറിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും, എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിന് നാം എല്ലാവരും അണിനിരക്കണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഷക്കീന ടെലിവിഷൻ നമുക്ക് വേണ്ടി ദൈവം നൽകിയ വലിയ ദാനമാണ്. ഇതിനെ നാം പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ദശാംശങ്ങൾ നാം നൽകണം. നമുക്ക് ഈ ശുശ്രൂഷയിൽ മറ്റാർക്കും ചെയ്യാൻ സാധിക്കുന്ന ശുശ്രൂഷയല്ല ഇത്. സ്വർഗം അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷകളിൽ നിങ്ങളെല്ലാവരും ഭാഗവാക്കാകണം. ഈ പോരാട്ടത്തിൽ വിജയികളായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ യേശു ക്രിസ്തുവേ, അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും രക്ഷണീയ കർമ്മങ്ങളുടെയും യോഗ്യതയാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ഇന്ന് ലോകം മുഴുവൻ ഉയർത്തപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളുടെയും വിശുദ്ധ കുർബാന ആരാധനകളുടെയും യോഗ്യതയാൽ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിന്റെയും പുണ്യവാന്മാരുടെ പുണ്യജീവിതത്തിന്റെയും യോഗ്യതയാൽ ബലഹീനനായി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാരിത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. തിന്മയുടെ എല്ലാ ശക്തികളെയും യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഈ പ്രകൃതി ശക്തികൾ, നമുക്കെതിരെ തിരിഞ്ഞിട്ടുള്ള പ്രകൃതി ശക്തികൾ ശാന്തമാകാൻ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖ വൃന്ദത്തിന്റെ കാവലും സകല പുണ്യവാന്മാരുടെയും മധ്യസ്ഥതയിൽ എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങൾ ഓരോരുത്തരോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടല്ലോ, ഈ കുരിശുവരയുടെ പൂർണ്ണത, മനോഹാരിത എപ്പോഴാണ് പൂർണ്ണമാകുന്നതെന്ന്. നമ്മളിപ്പോൾ കുരിശ് വരച്ചില്ലേ? കുറേ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കുരിശിൻ്റെ അടയാളം വരച്ച് നമ്മളെ തന്നെ കുരിശിന് സമർപ്പിച്ചതുപോലെയാണോ ഇപ്പോഴും? അല്ലെങ്കിൽ നിങ്ങൾ ഈ സന്ദേശങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ സഹനത്തിൻ്റെ കുരിശിൻ്റെ ഭാരം കൂടും തോറും, ഭാരമല്ല അതിൻ്റെ ആഴം കൂടും തോറും നമ്മുടെ കൃപയുടെ വേരോട്ടത്തിന് വർധനവുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, അങ്ങയുടെ പാവപ്പെട്ട മക്കളാണ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങൾ ചിലവഴിക്കുന്ന ഈ സമയവും എല്ലാം അങ്ങയുടെ ദാനമാണെങ്കിലും അത് കൃപയായിട്ട് മാറ്റാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് നന്നായി ജീവിക്കണം ഈശോ, നന്മയിൽ ജീവിക്കണം. അമ്മയുടെ കാപ്പായിൽ പൊതിഞ്ഞ അമ്മയുടെ മക്കളെ നയിക്കണേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ എല്ലാവരും നിറയപ്പെടട്ടെ, നയിക്കപ്പെടട്ടെ. ഈശോയുടെ സമാധാനം ഞങ്ങൾക്ക് പകർന്നു തരുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളിതെല്ലാം ശ്രവിക്കട്ടെ, ഞങ്ങൾ ഗ്രഹിക്കട്ടെ, ഞങ്ങൾ അനുഭവിക്കട്ടെ, ഞങ്ങൾ ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്നലെ കേട്ടുവല്ലേ, പരിശുദ്ധ അമ്മ മാർപ്പാപ്പയെ വിളിച്ചത് എന്താ?
എൻ്റെ സ്നേഹഭാജനമായ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹഭാജനമായ മാർപ്പാപ്പ എന്ന്. അതിനു മുൻപ് സഭയിലും ലോകത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അസമാധാനവും രക്തസാക്ഷിത്വവും, രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വം, ഇനി ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം ഒരു പ്രതിവിധിയേ ഉള്ളൂ: പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. അത് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതല്ല, അത് നമുക്ക് ചെയ്യാനുള്ളതാണ്. അത് നമ്മളിലൂടെ മാത്രം നിർവഹിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്ത് ജീവിച്ച ഒരു മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഇന്ന് വിശുദ്ധനാണ്. ആ മാർപ്പാപ്പയുടെ കാലത്താണ് അമ്മ ഈ സന്ദേശം തന്നത്. അമ്മ ആ മാർപ്പാപ്പയെ വിളിച്ചത് എന്താ? എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹഭാജനമായ മാർപ്പാപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ആരെങ്കിലും നോക്കി അങ്ങനെ വിളിക്കോ? വിളിക്കണം. നമ്മൾ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹഭാജനങ്ങളാണ്. മാർപ്പാപ്പ വഴി നൽകപ്പെടാനിരിക്കുന്ന വെളിപ്പെടുത്തലുകളും ആഹ്വാനങ്ങളും ശ്രദ്ധിക്കണം. മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെ, അധികാരത്തെ, മാർപ്പാപ്പയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളെ എതിർക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ലെന്നേ. അമ്മ പറയുന്നു, മാർപ്പാപ്പയിലൂടെ ലഭിക്കുന്ന ആധികാരിക പ്രബോധനം. എന്തിനെക്കുറിച്ചുള്ള ആധികാരിക പ്രബോധനം? യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ചുള്ള ആധികാരിക പ്രബോധനം നിങ്ങളെ പ്രബുദ്ധരാക്കട്ടെ. ആ സന്ദേശം ലഭിക്കുമ്പോൾ നമുക്ക് മാർപ്പാപ്പയിലൂടെ ഒരു ചാക്രിക ലേഖനം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനം മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ചത് 2003 ഏപ്രിൽ 17 നമുക്ക് ഈ സന്ദേശം കിട്ടുന്നത് 2002 ജനുവരി 1 ആ ചാക്രിക ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ അർത്ഥവും അതിൻ്റെ മുൻകൂട്ടിയുള്ള അമ്മയുടെ പ്രവചനവും മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിതെല്ലാം വായിച്ചാൽ നമുക്ക് ഈ ദിവസങ്ങൾ തികയാതെ പോകും. അതുപോലെ അമ്മ വീണ്ടും പറയുന്നുണ്ട് പ്രകാശ രഹസ്യത്തെക്കുറിച്ച്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന ദൈഹിക പ്രബോധനം വഴി പ്രകാശത്തിൻ്റെ രഹസ്യം നമുക്ക് ലഭിക്കുന്നത് 2002 ഒക്ടോബർ 16 9 മാസം മുൻപാണ് നമുക്ക് ഈ സന്ദേശം ഇവിടെ പരിശുദ്ധ അമ്മ തന്നത്. അമ്മ മക്കൾക്ക് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു വിശ്വാസ്യത, അത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി കൂടുതലും ഞാൻ സന്ദേശങ്ങളിൽ വായിച്ചു പോകുകയുള്ളൂ. 2 സന്ദേശങ്ങൾ ഇച്ചിരി വലിയ സന്ദേശങ്ങളാണ്. സശ്രദ്ധം കേൾക്കണമേ. പ്രകാശിപ്പിക്കേണ്ട പ്രകാശത്തെ മറച്ചു വയ്ക്കുന്ന ലോകമേ, അമലോത്ഭവ ഹൃദയ അഭിലാഷമായ പ്രകാശരഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ പ്രകാശത്തെ മറയ്ക്കാൻ നിനക്കാകില്ല എന്നോർക്കുക. സഭയിലൂടെ മാർപ്പാപ്പയിലൂടെ നമുക്ക് പ്രകാശരഹസ്യങ്ങൾ കിട്ടി അല്ലേ? ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യതയുണ്ട്. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് അതൊക്കെ നൽകുന്നേ. പ്രകാശിപ്പിക്കേണ്ട പ്രകാശത്തെ മറച്ചു വയ്ക്കുന്ന ലോകത്തിൻ്റെ അന്ധകാരം വർദ്ധിച്ച സമയത്താണ് പ്രകാശരഹസ്യങ്ങൾ സഭയിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. രക്ഷയുടെ സമ്പൂർണത യേശുവിലൂടെ മാത്രം. ആ രക്ഷ പരിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിലേക്ക്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. അതിനാൽ മക്കളെ, ജീവിക്കുന്ന വചനരഹസ്യം പരിശുദ്ധ ജപമാല വഴി സ്വന്തമാക്കൂ. വചനരഹസ്യങ്ങളുടെ ആവർത്തനമാണ് ജപമാല പ്രാർത്ഥന. ഈശോയുടെ രക്ഷാകര ജീവിതങ്ങളുടെ ധ്യാനം ഹൃദയത്തിലും, പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നും കരങ്ങളിൽ ജപമണികളുമായിട്ടുള്ള ജപമാല, വചനരഹസ്യമാല വഴിയും അത് സ്വന്തമാക്കൂ. ജപമാലയോടൊപ്പം പരിഹാര കുർബാന സ്വീകരണങ്ങൾ നടത്തൂ. ഈ ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവൃത്തികളുടെ ആകെ വിലയെടുത്താൽ, ഈ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനിയും വരാനിരിക്കുന്നവരും അന്ത്യം വരെയുമുള്ള എല്ലാ മക്കളുടെയും എല്ലാ നല്ല പ്രവൃത്തികളുടെയും കണക്കുകൾ എടുത്താലും വിലയെടുത്താലും അതെല്ലാം ഒറ്റ വിശുദ്ധ കുർബാനയോളം ആവില്ല. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുടെ ശക്തി, വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത, വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൻ്റെ അത്ഭുതങ്ങളുടെ അത്ഭുതം, അതാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന ഒരു ദിവസമെങ്കിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന അനേകരുണ്ട്.
പങ്കെടുക്കണമേ. സ്വർഗം മുഴുവനും, അത് അങ്ങനെ പറയാൻ എന്താ കാരണം? ഇത്രയും വലിയ പുണ്യപ്രവർത്തികളുടെ വിലയെടുത്താലും ഒറ്റ കുർബാനയോളം, വിശുദ്ധ കുർബാനയോളം ആകില്ലെന്ന് പറയാൻ കാരണം എന്താ? സ്വർഗം മുഴുവനും ഭൂമിയിൽ നിറയുന്ന ആ മഹനീയ കൂദാശ വഴി, പാപപരിഹാര ബലി വഴി നിങ്ങളും ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഭയാനകമായ വിപത്തുകൾ കുറയും, ശുദ്ധീകരണത്തിൻ്റെ ഘോരത കുറയും. അതിനാൽ വരൂ, ക്ഷമിച്ച്, സ്നേഹിച്ച്, അനുദപിച്ച്, പാപസങ്കീർത്തനം നടത്തി കാൽവരി ബലിയിൽ നമുക്കൊന്നാകാം. നമ്മൾ ഒന്നാകുന്ന ഇടം ബലിയർപ്പണ വേദിയാകണം. നമ്മളും നമ്മുടെ സൃഷ്ടാവായ ദൈവവും ഒന്നായിത്തീരുന്ന, ഒന്നാകുന്ന അനുഭവം ബലിയർപ്പണത്തിൽ ഉണ്ടാകണം. കുർബാനയുടെ അമ്മ നിങ്ങളെ സഹായിക്കാം. കുർബാനയുടെ അമ്മ, മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, കുർബാനയുടെ സ്ത്രീ, കുർബാനയുടെ സ്ത്രീ, കുർബാനയുടെ അമ്മ. ക്രൂശിക്കപ്പെട്ട് ഉദ്ധിതനായവൻ എന്നും നിങ്ങളോടൊപ്പം. അമേൻ പറഞ്ഞുകൊണ്ട് അമ്മ ആ സന്ദേശം അവിടെ നിർത്തുന്നു. വീണ്ടും 50-ാമത്തെ സന്ദേശം 2002 മാർച്ച് 25 പരിശുദ്ധ അമ്മ നൽകി. എൻ്റെ കുഞ്ഞു മക്കളെ, അമ്മ നമ്മളെ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളായിട്ടാണ് കാണുന്നത്. എത്ര വലിയവന്മാരാണെന്ന് നമ്മൾ വിചാരിച്ചാലും അമ്മ 1 വയസ്സായ കുഞ്ഞിനും ഇന്ന് ജനിച്ച കുഞ്ഞിനും 100 വയസ്സായ മകനെയും മകളെയൊക്കെ കുഞ്ഞേ എന്നാ വിളിക്കുന്നേ. എൻ്റെ കുഞ്ഞു മക്കളെ, എൻ്റെ തിരുക്കുമാരൻ അവിടുത്തെ 2ാമത്തെ ആഗമനത്തിനായി നിങ്ങളെ ഒരുക്കുവാൻ അവസാന കാലത്തെ പ്രവാചികയായി ഈ അമ്മയെ നിയോഗിച്ചിരിക്കുന്നതിനാൽ സ്നേഹത്തോടെ ആ ദൗത്യം പൂർത്തീകരിക്കുക നിങ്ങളുടെ സഹകരണത്തോടെയാണെന്ന് ഈ അമ്മ ഓർമ്മിപ്പിക്കട്ടെ. സ്നേഹത്തിൻ്റെ പ്രബോധനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. മുൻപൊരിക്കൽ നിങ്ങളെ അറിയിച്ചിട്ടുള്ള അതേ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. ഇത് ഈ സമയം, ഇപ്പോൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഈ കാലയളവ് ദൈവനീതിയുടെ മണിക്കൂറാണ്. ദൈവനീതിയുടെയും കരുണയുടെയും കാസ നിറഞ്ഞു കവിയുന്നു. മാനസാന്തരപ്പെടുവിൻ മക്കളെ, തിരിച്ചറിവിലേക്ക് വരുവിൻ. ഇത് ദൈവനീതിയുടെ സമയമാണ്. ഇത് തിരിച്ചറിവിലേക്ക് വരേണ്ട സമയമാണ്. ദൈവീക ജ്ഞാനത്തിനായിട്ട് ദാഹിക്കുവിൻ. ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കാതെ ലോകത്തിൻ്റെ എന്ത് ജ്ഞാനം, എന്ത് ഡിഗ്രി ലഭിച്ചാലും ദൈവത്തിൻ്റെ ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ സീറോയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായിട്ട് ദാഹിക്കുവിൻ. ലോകം തരുന്ന ക്ഷണിക സന്തോഷങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയും നിത്യതയിലേക്കുള്ള വിളിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു അർത്ഥമുള്ള കാര്യം അമ്മ പറഞ്ഞത്. ദൈവിക ജ്ഞാനത്തിനായിട്ട് ദാഹിക്കണം. ലോകം തരുന്ന ക്ഷണിക സന്തോഷങ്ങളിൽ അവസാനിപ്പിക്കരുത് ഈ ജീവിതം. ദൈവിക ജ്ഞാനമുള്ളവർക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല ഈ ജീവിതം. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അത് നിത്യതയിലേക്കുള്ള വിളിയാണ്. രക്തത്തിൻ്റെ വില കൊടുത്ത് നിത്യതയിലേക്ക് ഒരു ക്ഷണക്കത്ത് തന്നിരിക്കുക കർത്താവ് കുരിശുമരണത്തിലൂടെ. അതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാപത്തിന് പരിഹാരം ചെയ്ത് യേശുക്രിസ്തു ദിവസവും ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയർപ്പണത്തിലൂടെ ദൈവിക ജ്ഞാനം പകർന്നു തന്ന് നമ്മൾ ചെയ്ത പാപത്തിന് ദൈവം പരിഹാരം ചെയ്തുകൊണ്ട് അനുദിനം അനുനിമിഷം നമ്മെ നവീകരിക്കുകയാണ് ഈശോ. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം വേണം. ദൈവിക ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ മുൻപിൽ നശിപ്പിച്ചു കളയും നമ്മുടെ ജീവിതം. ഈഗോ നമ്മളെ കയറി ഭരിക്കും. ഈഗോയിൽ നിന്ന് ഈശോയിലേക്കുള്ള രക്ഷപ്പെടാനുള്ള വാതിലാണ് വിശുദ്ധ കുർബാന. തന്നെത്താൻ താഴ്ത്തിയവൻ, എളിമയോടെ പാദസേവ ചെയ്തവൻ, പാദങ്ങൾ കഴുകിയവൻ, ഞാൻ ആരുമല്ല നിങ്ങളുടെ മുൻപിലെന്ന് ലോകനാഥൻ ഏറ്റുപറഞ്ഞവൻ, ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ലോകത്തിൻ്റെ പാപം ഏറ്റെടുത്ത് സ്വയം ശൂന്യനായവൻ, ഒന്നുമല്ലാത്തവനാണെന്ന് ലോകത്തിന് വിധിക്കാൻ പറ്റും. എന്നാൽ ശൂന്യതയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചവനാണവൻ.
ശൂന്യതയിലേക്കല്ല മനുഷ്യ മക്കളെ കൊണ്ടുപോകുക, സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്കാണ്. ആ നാഥൻ നമ്മോട് പറയുകയാണ്, കുഞ്ഞേ, നീ അത് മനസ്സിലാക്കാതെ നിന്റെ വിലപ്പെട്ട ജീവിതത്തെ ലോകത്തിൻ്റെ ക്ഷണികതയ്ക്ക് മുമ്പിൽ നശിപ്പിക്കുമ്പോൾ നിന്നിൽ ഈഗോ കളിക്കും. ഈ ഈഗോയാണ് പലപ്പോഴും നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്, ദൈവത്തിലേക്ക് തിരിയാൻ നിന്നെ സമ്മതിപ്പിക്കാത്തത്, നിന്റെ ജീവിത പങ്കാളിയുടെ ജീവിതവുമായിട്ട് നിന്നെ തട്ടിച്ചു നോക്കി ഈഗോ കയറി കളിക്കുന്നത്, കുടുംബ സമാധാനം തകരുന്നത് എല്ലാം ഈഗോയിൽ നിന്നാണ്. ഈഗോ മാറ്റണം, ഈശോയിലേക്ക് രക്ഷപ്പെടണം. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നിന്റെ ജീവിതം. ഗബ്രിയേൽ ദൈവദൂതൻ സകല ജനതയ്ക്കുമുള്ള വിമോചകൻ എന്നിലൂടെ പിറക്കുമെന്ന സ്വർഗീയ വാർത്ത എന്നെ അറിയിച്ചപ്പോൾ മുതൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് എൻ്റെ സഹരക്ഷണീയ കൃത്യത്തിൻ്റെ ഫലമായി ലഭിച്ച ആധ്യാത്മിക മാതൃത്വം വരെയുള്ള നിമിഷങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ മക്കളെ. അമ്മയുടെ ലൈഫ് ഹിസ്റ്ററി ഇങ്ങ് പറഞ്ഞു തരാം. ഗബ്രിയേൽ ദൂതൻ, ദൈവദൂതൻ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം കന്യകയായ മറിയത്തെ അറിയിച്ച നിമിഷം മുതൽ, എന്നിലൂടെ ഈ ലോക ജനതയ്ക്കുള്ള വിമോചകൻ പിറക്കും എന്നറിയിച്ച നിമിഷം മുതൽ, സ്വർഗീയ വാർത്ത സ്വീകരിച്ച നിമിഷം മുതൽ, കുരിശിൻ ചുവട്ടിൽ വെച്ച് ആ സ്വർഗീയ വാർത്തയുടെ പൂർത്തീകരണം നടക്കുന്ന സമയം വരെ സഹരക്ഷകയായിട്ട് ആ കൃത്യം നിർവഹിച്ച പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഈ നിർവഹണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആത്മീയ മാതൃത്വം, ആധ്യാത്മിക മാതൃത്വം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാനല്ല, പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ്. ഒരു മകനെ ബലി കൊടുത്ത് കോടാനുകോടി മക്കൾക്ക് ജന്മം കൊടുക്കാൻ കുരിശിൻ ചുവട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മ ആധ്യാത്മിക മാതൃത്വം ഏറ്റെടുത്തു. എന്തൊരു വലിയ ഉത്തരവാദിത്വമാ. ആ നിമിഷങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പിളർക്കപ്പെട്ട എൻ്റെ വിമല ഹൃദയമാകുന്ന പിള്ളത്തൊട്ടിലിൽ നിങ്ങളെ ഭരമേൽപ്പിച്ച എൻ്റെ തിരുസുതൻ്റെ രോദനം ഇന്നും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അമ്മ വെറുതെ വന്നതല്ല. കർത്താവിൻ്റെ രോദനം കേട്ടിട്ട് കുരിശിൻ ചുവട്ടിൽ വെച്ച് പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ലോകമക്കളുടെ മാതൃത്വം ഭരമേൽപ്പിച്ച കർത്താവിൻ്റെ രോദനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടാണ് അമ്മ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. മക്കളെ, ഒരിക്കലും തളരാതെ പരിശുദ്ധ പരമതൃത്വത്തെ സ്നേഹിക്കൂ. ദേവാലയങ്ങളിൽ ഏകനായി കഴിയുന്ന എൻ്റെ തിരുക്കുമാരൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കൂ. ഇതിന് വലിയ അർത്ഥമുണ്ട്. ഈ ഒറ്റ സെന്റൻസിന് ഈശോയുടെ വലിയ വേദനയാണ് ദേവാലയങ്ങളിലെ ഏകാന്തത. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോയിട്ട് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിച്ച് മടങ്ങിപ്പോരും. വീണ്ടും ആ ദേവാലയത്തെ ഒന്ന് ഓർക്കാനായിട്ട് പലപ്പോഴും നമുക്കൊന്നും സാധിക്കാറില്ല. സക്രാരിയുടെ അപ്പുറത്തും ഇപ്പുറത്തും 2 മെഴുകുതിരിയോ 2 കൊച്ചു ബൾബുകളോ കത്തിച്ചിട്ട് നമ്മൾ സക്രാരിയൊക്കെ അടച്ച് ഇങ്ങനെ പോരില്ലേ? അവിടെ നിന്നെ കാത്തിരിക്കുന്ന ഏകനായി കഴിയുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ സന്ദേശം പറയാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ, കുഞ്ഞേ, നീ വിശുദ്ധ ബലി അർപ്പണം നടത്തിയിട്ട് തിരിച്ചു പോരണം. നിന്റെ ജീവിതമാണത്. നീ തിരിച്ചു പോന്നാലും നിന്റെ ആത്മാവും ഏകനായി കഴിയുന്ന സക്രാരിയിൽ കഴിയുന്ന നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തില് വിള്ളല് വരരുത്. നീ എപ്പോഴും ഈശോയെ ഓർക്ക്. നീ എന്ത് ചെയ്താലും ദിവികാരുണീശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉള്ളുകൊണ്ട് പറയാമല്ലോ. അപ്പൊ കർത്താവിന് എന്തൊരു ആശ്വാസമാണെന്നോ. അപ്പൊ അവിടുത്തെ ഏകാന്തത മാറിപ്പോകും. ഇത് റാണി എന്നെ ഓർക്കുന്നു. റാണിയുടെ സ്വന്തമാണ് ഈശോ. ഈശോയുടെ സ്വന്തമാണ് റാണി. ഞാൻ എൻ്റെ പേര് പറഞ്ഞത് വേറൊരു പേര് കിട്ടാഞ്ഞിട്ടല്ല. ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണേ എന്ന് പറയാനാ. എല്ലാവരെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഏകാന്തതയിൽ കർത്താവിനെ വിടരുത് കേട്ടോ. ഈശോയെ വിടരുതേ. ഉപേക്ഷിക്കാത്ത അപേക്ഷയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ വേണം. ഇത്രയൊക്കെ പറയുമ്പോഴും ഞാൻ ഓർത്തു പോകുന്നു, ഒരിക്കലും അപേക്ഷകൾ സമർപ്പിക്കരുത് എന്നല്ല കേട്ടോ ഈശോ പറഞ്ഞിട്ടുള്ളത്. ഈശോയെ സ്നേഹിക്കുമ്പോൾ തന്നെ അപേക്ഷകൾ നമുക്ക് കൊടുക്കാം. അപേക്ഷകളിലൂടെ ദൈവത്തിലേക്ക് നാം വളരാം. ദൈവസ്നേഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് നമുക്ക് വളരാം. പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യസാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ്.
പരിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അനേക അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അങ്ങ് ലാൻസിയാനോയിലും അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ ലാൻസിയാനോയിൽ സംഭവിച്ചത് കൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യം തുടിക്കുന്ന ശരീരമായിട്ട് ഒഴുകുന്ന രക്തമായിട്ട് വന്ന അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പാപിയായ എന്നെയും കർത്താവ് അതിന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, അത് എന്നും സംഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, എന്നിലും നിങ്ങളിലും സംഭവിക്കുന്നതാണ്. അത് സത്യമാണ്, അത് സത്തയുടെ മാറ്റമാണ്. രൂപസാദൃശ്യങ്ങളിൽ വെള്ളപ്പവും മുന്തിരിച്ചാറിന്റെ നീരുമുണ്ടെങ്കിലും കർത്താവാണത്. മുറിക്കപ്പെട്ട ശരീരമാണത്, പിളർക്കപ്പെട്ട ഹൃദയമാണത്, തുടിക്കുന്ന രക്തമാണത്, നിനക്ക് വേണ്ടി ചിന്തിയതാണത്, ഇപ്പോഴും ചിന്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് വിശുദ്ധ കുർബാന. ആ സത്യത്തെ, സത്യസാന്നിധ്യത്തെ തിരിച്ചറിയാതെ വിശുദ്ധ കുർബാനയ്ക്ക് അണയരുത്. അത് സത്യമാണ്. ബുദ്ധിയിൽ നിന്ന് വിശ്വാസം ഹൃദയത്തിലേക്ക്, എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റൂ. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചവന് ഗോതമ്പപ്പത്തെ ശരീരമാക്കി മാറ്റാൻ പറ്റില്ലെന്നോ? പറ്റുമെന്നേ. ആ സത്യശരീരത്തെ ആദ്യമായി ആരാധിച്ച കന്യകാ മറിയത്തോടും മാലാഖ വൃന്ദങ്ങളോടും ചേർന്ന് നമുക്കൊന്ന് ഏറ്റുപറയാം: പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് തിരിച്ചറിയാതെ, ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന, ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് അമ്മ ദുഃഖിതയാണ്. സത്യവചനത്തെ അവഹേളിക്കുകയും യുക്തിവാദപരമായ വ്യാഖ്യാനം വഴി കീറി മുറിവേൽപ്പിച്ച് മർദ്ദിക്കുന്നു. തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിച്ച് ദുഷ്പ്രവൃത്തികളും അശുദ്ധിയും സ്വാർത്ഥതയും വിദ്വേഷവും വ്യാപിപ്പിക്കുക എന്നത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നു. ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താ? അശുദ്ധി പരത്തുക, സ്വാർത്ഥതയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുക, വിദ്വേഷം പരത്തുക, അത് വ്യാപിപ്പിക്കുക. അത് സാത്താന്റെ തന്ത്രമാണ്. അവൻ അടങ്ങിയിരിക്കുകയില്ല കുഞ്ഞേ, നീയും അടങ്ങിയിരിക്കരുത്. ഇതിനൊക്കെ എതിരായിട്ട്, അശുദ്ധിയുള്ളിടത്ത് വിശുദ്ധിയായിട്ട്, സ്വാർത്ഥതയുള്ളിടത്ത് സമാധാനമായിട്ട്, വിദ്വേഷമുള്ളിടത്ത് സ്നേഹമായിട്ട് നീ വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം. മക്കളെ, ഈ സമയത്ത് നിങ്ങളുടെ അമ്മയ്ക്ക് ഗൗരവമേറിയ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അന്ത്യക്രിസ്തുവിനെ ഭരണം ഏൽപ്പിക്കാൻ ലോകം ഒരുങ്ങുകയാണ്. ക്രിസ്തുവിനെയും അവിടുന്ന് പഠിപ്പിച്ച സത്യങ്ങളെയും ലോകം നിഷേധിക്കുകയും വലിയ വിശ്വാസത്യാഗം സംഭവിക്കുകയും സഭയുടെ അധികാരം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അന്ത്യക്രിസ്തു വരും. വ്യാപകമായ സഭാഭിന്നതകൾ, വിശ്വാസത്യാഗം, ഭക്തിരാഹിത്യം, ദൈവനിന്ദ ഇവ വഴി ലോകം അശുദ്ധിയിൽ മുങ്ങുകയും കല, സാഹിത്യം, രാഷ്ട്രീയം, മതജീവിതം, മനുഷ്യന്റെ ചിന്തകൾ, വിദ്യാഭ്യാസം, നിർബന്ധിത വിഗ്രഹാരാധന ഇവ മൂർധന്യത്തിലെത്തുകയും ചെയ്യുമ്പോൾ, ഒരിക്കൽ കൂടെ പറയട്ടെ, വ്യാപകമായ സഭാഭിന്നതകൾ സംഭവിക്കുന്നു, വിശ്വാസത്യാഗം സംഭവിക്കുന്നു, ഭക്തിരാഹിത്യം സംഭവിക്കുന്നു, ദൈവനിന്ദ, പരസ്യമായ ദൈവത്തെ നിഷേധിക്കുന്നു സംഭവിക്കുന്നു. ഇവ വഴി ലോകം അശുദ്ധിയിൽ മുങ്ങുകയും, ആരും ഓർക്കണ്ട, ലൈംഗിക പാപം കൊണ്ട് മാത്രമല്ല അശുദ്ധി ഉണ്ടാകുന്നേ, ഇവ വഴിയൊക്കെ ലോകം അശുദ്ധിയിൽ മുങ്ങുകയും, കല അശുദ്ധി നിറയ്ക്കുന്നു. കല കൊണ്ട് നന്മയുണ്ട്, മേന്മയുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയെ തൊടാനും ചൊറിയാനും ഇന്ന് കല ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കുന്നു. ക്രിസ്ത്യാനിയെ ചൊറിഞ്ഞാൽ അജ്ഞാനിയെ കാണാമെന്ന ആദിമകാലങ്ങളിലുള്ള മക്കളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് സത്യമായി കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനിയെ ചൊറിഞ്ഞാൽ അജ്ഞാനിയെ കാണാമെന്ന് ലോകം തെളിയിക്കുകയാണ്. കല, സാഹിത്യം, രാഷ്ട്രീയം, മതജീവിതം, മനുഷ്യന്റെ ചിന്തകൾ, വിദ്യാഭ്യാസം, നിർബന്ധിത വിഗ്രഹാരാധന ഇവ മൂർധന്യത്തിലെത്തുകയും, തിന്മയുടെ കളികളല്ലേ ഇതൊക്കെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാർട്ടൂണുകളിലൂടെയും മറ്റു പല സംഗതികളിലൂടെയും ക്രിസ്ത്യാനിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. ഇതൊക്കെ അശുദ്ധി പരത്തുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഒരുപക്ഷെ പരത്തുന്നവർ അത് ചിന്തിക്കുന്നില്ലായിരിക്കാം,
അവരുടെ ചിന്തയല്ലേ ആയിരിക്കും, പക്ഷെ തിന്മ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. വിഗ്രഹാരാധന ഇവ മൂർധന്യത്തിലെത്തുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. അങ്ങനെ അത് മൂർധന്യത്തിലാവുകയും ചെയ്യുമ്പോൾ മിശിഹായുടെ പരിവേഷത്തോടെ ദുഷ്ടനായ അന്തിക്രിസ്തു വരും. അത് മിശിഹായല്ല, അന്തിക്രിസ്തുവാണ്. തിന്മയുടെ മൂർത്തീകരണമാണ് അവൻ. യുഗാന്ത്യത്തിൽ യേശുവും പിശാചുകളുമായുള്ള യുദ്ധത്തിൽ സാത്താൻ സൈന്യത്തെ നയിക്കുന്നത് അവനായിരിക്കും. സാത്താന്റെ സൈന്യത്തെ നയിക്കാൻ അന്ത്യക്രിസ്തു നശിപ്പിക്കുകയാണ് അവന്റെ ലക്ഷ്യം. അവനൊന്നും ജീവൻ നൽകില്ല. ദുഷ്ടർ സത്യദൈവത്തെ ആരാധിക്കുന്നവരെ ചവിട്ടിമെതിക്കും. സംഭവിക്കുന്നു. സാത്താന്റെ അന്ധകാരം ഭൂതലമെങ്ങും വ്യാപിക്കും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാശത്തിന്റെ സന്തതികളുടെ എണ്ണം കൂടുകയും നീതിയുടെ മക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ, ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കെടുക്കുമ്പോൾ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. മക്കളെ, ഈ അമ്മ വീണ്ടും പറയുന്നു, തിരിച്ചറിവിലേക്ക് വരിക. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് വരിക. ലോകം മുഴുവനോടുമാണ് അമ്മ സംസാരിക്കുന്നത്. മക്കളെ, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് വരിക. ബുദ്ധിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരിക. വിശ്വാസത്തിൽ നിന്ന് ദൈവിക കൃപയിലേക്ക് വരിക. യേശുവിലേക്ക് വരിക. വിശ്വാസത്തിലേക്ക് വരിക, തിരിച്ചറിവിലേക്ക് വരിക, യേശുവിലേക്ക് വരിക. ലോകത്തെ രക്ഷിച്ച യേശു ക്രിസ്തു സ്ത്രീത്വത്തിന്റെ ഏറ്റവും മഹോന്നതവും പരിപാവനവുമായ അവസ്ഥയിൽ നിന്ന് ജന്മമെടുത്തെങ്കിൽ, അന്ത്യക്രിസ്തു സ്ത്രീയുടെ ഏറ്റവും ഹീനമായ അവസ്ഥയിൽ നിന്ന് ജന്മമെടുക്കുകയും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളവരായിരിക്കേണ്ട സമയമാണിത്. ഏതാനും തിരുവചന വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:4-5-14-15, 2 തിമോത്തി 2-ാം അധ്യായം 3-2, തെസ്സലോനിക്ക 2-ാം അധ്യായം 4-9, ദാനിയേൽ 12:9-12, 2 പത്രോസ് 2:1-3 വരെ എന്നീ തിരുവചനങ്ങൾ ധ്യാനിക്കുകയും ആത്മീയ ശക്തിയോടെ ഒരുങ്ങുകയും ചെയ്യുക. ഞാൻ ധൃതിയിൽ വായിച്ചു പോകുന്നതിനെ കുറിച്ച് വിഷമിക്കരുതേ, സമയക്കുറവ് കൊണ്ടാണ്. അധർമ്മം വർദ്ധിക്കുമ്പോൾ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും. അധർമ്മങ്ങൾ ലോകത്ത് വർദ്ധിക്കുമ്പോൾ ദൈവം എവിടെ എന്ന് ചോദിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നിട്ട് ദൈവസ്നേഹം തണുത്തുറഞ്ഞു പോകും. വിശുദ്ധ കുർബാന എന്ന നിരന്തര ബലി നിർത്തലാക്കാനും വൈദികരെ നാടുകടത്താനും എതിർ ക്രിസ്തു ശ്രമിക്കുകയും അതുവഴി ചുരുങ്ങിയ കാലത്തിലേക്കുള്ള അവൻ്റെ ഭരണത്തിൽ അവൻ വിജയിക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന ചിന്തയിൽ അവൻ എന്നത്തെക്കാളും ഉപരി കോപവെറിയിൽ മനുഷ്യരെ കീഴ്പ്പെടുത്തുന്നു. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. അവൻ്റെ കോപം ആളിക്കത്തി നമ്മളെയൊക്കെ ചാമ്പലാക്കുമെന്ന് അവൻ്റെ വിചാരം. ഇല്ല, അവന് ചാമ്പലാക്കാൻ പറ്റില്ല. നമ്മൾ ശക്തരാണെങ്കിൽ, യേശുവിൽ ശക്തരാണെങ്കിൽ. എൻ്റെ പ്രിയ മക്കളെ, ഭയപ്പെടരുത്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ വലിയവനാണെന്ന തിരുവചനം നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ക്രിസ്തുവിനായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുക. തിരുസഭയ്ക്കായി, മാർപ്പാപ്പയ്ക്കായി, എൻ്റെ പാവപ്പെട്ട വൈദിക തനയർക്കായി, സന്യസ്തർക്കായി നിരന്തരം പ്രാർത്ഥിക്കുക. സാത്താനെതിരെ പോരാടാൻ എന്നോടൊപ്പം സൈന്യനിരയിൽ മുൻനിരയിലാണ് സമർപ്പിതർ. വിശുദ്ധിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൻ്റെ, എങ്ങനെയാണ് അവർ മുൻനിരയിൽ നിൽക്കുന്നേ? വിശുദ്ധിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൻ്റെ പടത്തൊപ്പിയണിഞ്ഞ് പ്രത്യാശയോടെ വചനവാളുമായി പൊരുതി ജയിക്കുവാൻ പ്രാർത്ഥിക്കുക. ഇത് നമുക്കും വേണം. വിശുദ്ധിയുടെ കവചം ധരിക്കണം. അതിന് വിശുദ്ധരായിട്ട് ജീവിക്കണം, എളിമയോടെ ജീവിക്കണം. വിശ്വാസം നമ്മുടെ പടത്തൊപ്പിയായിരിക്കണം. യുദ്ധത്തിന് പോകുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? പടത്തൊപ്പി, പരിച, കവചം ഇതൊക്കെ ധരിച്ച് വാള് വേണ്ടിയിട്ട് പോകുന്നത്. വിശുദ്ധിയുടെ പരിച, കവചം, വിശ്വാസത്തിൻ്റെ പടത്തൊപ്പി. വിശ്വാസത്തിൻ്റെ പടത്തൊപ്പി ശിരസിലാണല്ലോ തൊപ്പി വയ്ക്കുക. അപ്പം നമ്മുടെ ബുദ്ധിയിൽ നിറഞ്ഞ് വിശ്വാസം വേണം. എന്നെ രക്ഷിക്കാൻ എൻ്റെ കർത്താവുണ്ട്, എനിക്ക് പേരിട്ടവൻ എനിക്ക് ആശ്വാസം അരുളും. ബാറൂക്ക് 4:30 പറഞ്ഞിരിക്കുക, എനിക്ക്
പേരിട്ടവൻ എനിക്ക് ആശ്വാസം അരുളും. ആ കർത്താവിൽ വിശ്വസിക്കുക. കർത്താവാണ് എൻ്റെ രക്ഷ. എൻ്റെ കർത്താവിലാണ് എൻ്റെ മാധുര്യം മുഴുവനും സമർപ്പിക്കുന്നത്. എൻ്റെ കർത്താവാണ് എൻ്റെ എല്ലാം. എൻ്റെ ഈശോ ആണ് എൻ്റെ സർവസ്വവും. ആ വിശ്വാസം, എൻ്റെ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? ആരായിട്ടില്ല. ഞാനും ആകില്ല. ഈ വിശ്വാസം വേണം. വചനത്തിൻ്റെ വാള് വേണം. അതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ഇരുതല വാള്, ഏത് ഭാഗം കൊണ്ട് വെട്ടിയാലും ശത്രു അരിഞ്ഞു വീഴ്ത്തപ്പെടും. ആ വചനത്തിൻ്റെ വാളുമായിട്ട്, ആ വചനമാരാ? ഈശോ ആണ്. ആ ഈശോ ആയിട്ട് ഒരുമിച്ച് മുന്നേറി സാത്താനെതിരെ പൊരുതി ജയിക്കണം. വളരെയധികം പ്രാർത്ഥിക്കുക. കുറച്ചല്ല, വളരെയധികം പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാന അർപ്പണം ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ബലിയുമാണ്. വളരെയധികം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ പറയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണ്. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും കുർബാനയിലായിരിക്കുക. നീ എപ്പോഴും ഒരു ദേവാലയത്തിൽ പോയി ഇരിക്കണമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. നമുക്കെല്ലാവർക്കും അതിന് സാധ്യമല്ല. എന്നാൽ നമ്മൾക്ക് ദേവാലയങ്ങളായി ജീവിക്കാമല്ലോ. ദേവാലയത്തിലിരിക്കുന്ന സത്യസാന്നിധ്യമായ യേശുവിനെ സ്വീകരിക്കാമല്ലോ. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഈശോയെ പ്രതിഷ്ഠിച്ച് ജീവിക്കാമല്ലോ. ജപമാല പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുക. പരിഹാര കുർബാന സ്വീകരണങ്ങൾ നടത്തുക. കർത്താവ് കൽപ്പിച്ചു തരുന്ന വേദനകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക. സഹനം, കർത്താവ് തരുന്ന സഹനം വരപ്രസാദ പീയൂഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സഹനം, കർത്താവ് അനുവദിച്ചു തരുന്ന സഹനം വരപ്രസാദങ്ങൾ തരുന്ന പീയൂഷമാണ്. വരപ്രസാദ പീയൂഷമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും സഹനത്തിൻ്റെ ഒരു ഭാണ്ഡവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത് സങ്കടത്തിൻ്റെ മാത്രമല്ല, വേദനകളുടെ മാത്രമല്ല, ആത്മാവിൽ നുറുങ്ങി വേദനിച്ച് കഴിഞ്ഞ ചില ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, സഹനം വരപ്രസാദ പീയൂഷമാണ്. ഞാൻ ആവർത്തിക്കുമ്പോഴൊക്കെ എനിക്ക് സഹനം കൂടിയിട്ടേ ഉള്ളൂ എന്ന് കരുതി ഞാൻ ഇതേക്കുറിച്ച് പറയാതിരിക്കില്ല. പ്രതീക്ഷിക്കാത്ത മക്കളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ സഹനം വന്നപ്പോൾ കരഞ്ഞു. ഞാൻ മനുഷ്യനല്ലേ, ഞാൻ കരഞ്ഞു. എന്തുകൊണ്ടെന്നോ, അവരിൽ നിന്നും ഈശോ പോകരുത്, മാതാവ് പോകരുത്, അവരെ ഓർത്ത് സ്വർഗം കരയരുത്. അതിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ കരയണം, ഞാൻ കാരണമായിട്ടില്ലെങ്കിലും ഞാൻ കരയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സഹനത്തിൻ്റെ ചൂട് എൻ്റെ പാദങ്ങളിൽ ഇപ്പോഴുമുണ്ട്. എന്നെ താങ്ങുന്ന അണിപ്പാടുള്ളവൻ്റെ കരമാണ് എൻ്റെ ബലം എന്നെ ഇവിടെ താങ്ങി നിർത്തിയിരിക്കുന്നത്. കരഞ്ഞു തീർക്കാൻ മാത്രമുള്ളതല്ല, ആ സഹനങ്ങളെ രക്ഷാകരമാക്കാൻ നമ്മുടെ ജീവിതം സഹനങ്ങൾ സ്വീകരിച്ചവർക്ക് കരുത്തു പകരാനും മാനസാന്തരത്തിൻ്റെ കൃപ എല്ലാവർക്കും ലഭിക്കാനും നമ്മുടെ സഹനങ്ങൾ കാരണമാകും. നന്മ മാത്രം ഉദ്ദേശിച്ചിട്ട്, നന്മ മാത്രം ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. അത് അതിൻ്റെ അർത്ഥത്തിൽ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. സാരമില്ലെന്നേ, സാരമില്ല, നമുക്ക് മുന്നേറാം. മക്കളെ, നൊമ്പരങ്ങളും ഒറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധരിക്കപ്പെടലും വഴി കുരിശിനെ പരിചയപ്പെടാനും, അതേ കുരിശിനെ പരിചയപ്പെടാൻ മുറിവേറ്റവൻ ഇങ്ങനെ ആലിംഗനം ചെയ്ത് കൊണ്ടുവരുന്ന സഹന സമയങ്ങളുണ്ടല്ലോ, വേദനാജനകമാണ് കേട്ടോ. എന്നാൽ കുരിശിന്റെ വഴിയെ സഞ്ചരിക്കാനും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും. അവയൊന്നും പാഴാക്കാതെ നിത്യസമ്മാനത്തിനുള്ള യോഗ്യതയായി സ്വീകരിച്ച് സമർപ്പിക്കൂ എന്ന് കരുതി നമ്മൾ ആർക്കും സഹനങ്ങൾ കൊടുക്കരുത്. നമ്മൾ ആരും സഹനമാകരുത്. നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആരും കരയരുത്. ആത്മീയ രക്തസാക്ഷിത്വം ദൈവ തിരുമുൻപിലേറെ വിലയുള്ളതാണ്. സാമ്പത്തിക ഞെരുക്കങ്ങളും നിരാശയും വർദ്ധിക്കുന്ന ഈ കാലത്ത് പ്രത്യാശയുടെ പൊൻപ്രഭ പകരുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിക്കൂ. അമലോത്ഭവയായ നിങ്ങളുടെ അമ്മ നരകസർപ്പത്തിന്റെ തലയെ ചവിട്ടുമ്പോൾ നരകത്തിന്റെ വാതിലുകൾ അടയപ്പെടും. അതിന് സഹനം വേണം. ഉണർവോടെ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കൂ മക്കളെ. ദ്വിതീയ പന്തക്കുസ്ത എത്രയും വേഗം ആഗതമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ലിറ്റർജിയിലുള്ളതാ പ്രത്യാഗമനം. അത് എത്രയും വേഗം സംഭവിക്കട്ടെ. ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി
വിശുദ്ധമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുവിൻ. കറുത്ത കുർബാന ഈ ലോകത്ത് നിന്നും പാടെ നീക്കം ചെയ്യപ്പെടാൻ, കറുത്ത കുർബാന, ബ്ലാക്ക് മാസ് ഈ ലോകത്ത് നിന്നും പാടെ നീക്കം ചെയ്യപ്പെടാൻ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ഈ അമ്മയോടൊപ്പം പ്രവർത്തിക്കുവിൻ. ആന്തരികവും രക്തപങ്കിലവുമായ ശുദ്ധീകരണത്തിലൂടെ മനുഷ്യവംശത്തിന് ലഭിക്കാനുള്ള യഥാർത്ഥമായ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവിൻ. ആന്തരികവും രക്തപങ്കിലവുമായ ശുദ്ധീകരണം, അതിലൂടെ മനുഷ്യന് ലഭിക്കാനുള്ള യഥാർത്ഥ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവിൻ. പുതിയ ആകാശവും പുതിയ ഭൂമിയും എങ്ങും സമാധാനവും സന്തോഷവുമുള്ള നല്ല നാളുകൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയ രഹസ്യങ്ങൾ അടങ്ങുന്ന ചിത്രത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അമ്മയുടെ വേദനാപൂർണമായ സ്വരത്തിന് നേരെ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ കൊട്ടിയടച്ച് ശിക്ഷാവധി സ്വീകരിക്കരുത്. പാവങ്ങളിൽ, ദരിദ്രരിൽ നിങ്ങൾ യേശുവിനെ കണ്ട് സ്നേഹത്തിൽ മുന്നേറൂ. ഈ അമ്മ എന്നും സഹായത്തിനായി നിങ്ങളോടൊപ്പമുണ്ട്. ആമേൻ. അമ്മ പറയുന്നു ആമേൻ. അമ്മയോടും നമുക്ക് ആമേൻ പറയാം, സ്വർഗത്തോട് നമുക്ക് ആമേൻ പറയാം. കറുത്ത കുർബാന ലോകത്ത് നിന്ന് നീക്കപ്പെടാൻ നിന്റെ ജീവിത ബലിയുടെ ത്യാഗങ്ങൾ സമർപ്പിക്കൂ കുഞ്ഞേ. വിശുദ്ധ കുർബാനയുടെ അത്ഭുതകരമായ രഹസ്യം ലോകത്ത് അനാവരണം ചെയ്യപ്പെടാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കൂ കുഞ്ഞേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. അമ്മ വിളിക്കുന്നില്ലേ കുഞ്ഞുമക്കളെ എന്ന്? ഈശോയുടെ മക്കളെ, നമ്മളെല്ലാവരും ഈശോയുടെ പ്രിയപ്പെട്ടവരാണ്. ഈശോയുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് നമ്മൾ. നമ്മെ സ്പർശിക്കുന്നവർ കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ സ്പർശിക്കുന്നു. നമ്മളെ ഉപദ്രവിക്കുന്നവർ കർത്താവിനെയാണ് ഉപദ്രവിക്കുന്നത്. ആ ഒരു കാര്യം ലോകത്തുണ്ടാകാതിരിക്കട്ടെ. നമ്മളെ തൊടുന്നവർ കർത്താവിനെ തൊടണമെങ്കിൽ, നമ്മളെ കാണുന്നവർ കർത്താവിനെ തൊടണമെങ്കിൽ കർത്താവ് നമ്മിൽ വേണ്ടേ? വേണം. ഈശോയെ, അങ്ങ് പൂർണ്ണമായിട്ട് എന്നിൽ നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയണമേ, ഞാൻ അങ്ങിൽ ഒന്നാകട്ടെ. അമ്മയുടെ ഹൃദയത്തിലായിരുന്നു കൊണ്ട് ഈശോയുടെ തിരുഹൃദയ സ്നേഹം അനുഭവിച്ച് അവിടുത്തെ കരുണയുടെ നിറവിൽ ദിവ്യകാരുണ്യത്തിൽ ഞാനും ലയിക്കട്ടെ. ലോകം മുഴുവനും നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ. ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതൻ. ഒറ്റ വിളിയേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. യേശുവേ.
ഏകാന്തതയുടെ നൊമ്പരം അനുഭവിക്കുന്ന കർത്താവ് അവിടുന്ന് ഇറങ്ങി വരുന്നത് നമ്മയെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ്. ഓരോ പുരോഹിതനെയും വിശ്വസിച്ചുകൊണ്ട്. ഒരുപക്ഷെ അന്ന് യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അനാദരവോടെ നിസ്സംഗതയോടെ വിശുദ്ധ കുർബാനയിൽ കുർബാന ചൊല്ലുകയോ കുർബാനയെ നിസ്സംഗതയോടെ സമീപിക്കുകയോ ചെയ്യുന്നവരെല്ലാം അവിടുത്തെ നൊമ്പരപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയുക. എത്രമാത്രം സഹിച്ചുകൊണ്ടാണ് അവിടുന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നത്. ലോകം മുഴുവനും ഉയർത്തപ്പെടുന്ന എല്ലാ നിന്ദനകൾക്കും പരിഹാരമായി നമുക്ക് ഉച്ചത്തിൽ അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനെ ബലി കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാം അമ്മയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മിലേക്ക് ഒഴുകിയെത്തിയ സ്വർഗത്തിൻ്റെ സന്ദേശം ദിവ്യകാരുണ്യനാഥൻ എത്രമാത്രം നൊമ്പരപ്പെടുന്നു എന്ന് കുഞ്ഞുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വെളിപ്പെടുത്തുന്ന ആ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യോഹന്നാൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മാറിടത്തിൽ ചാരിക്കിടന്നതുകൊണ്ട് നമ്മെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളെയും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായി അവിടുത്തെ സന്നദ്ധിയിലായിരിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ശക്തി എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു വരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. വലിയ കരുണയെ ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. വർണ്ണിക്കുക അസാധ്യമാണ്, മനുഷ്യന് വർണ്ണിക്കുക അസാധ്യമാണ്. സഭയുടെ അവകാശമായി അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന, ഈ കുർബാനയെ ഉയർത്തുവാൻ നാം കാണിക്കുന്ന വിമുഖത, ദൈവസന്നിധിയിൽ ഓടിയെത്താൻ നമ്മുടെ ജനസമൂഹം കാണിക്കുന്ന വിമുഖത, യോഗ്യതയോടെ ബലിയർപ്പിക്കുന്നതിൽ മലിന ഹൃദയരായി അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നത് മൂലം പലപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയെ പ്രതി അഭിമാനം കൊള്ളുന്ന സഭാ സമൂഹം ഈ വിശുദ്ധ കുർബാനയോട് പുലർത്തുന്ന ആ സമീപനങ്ങളെ ഓർത്ത് മാപ്പിരന്നുകൊണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് ഏറ്റുപറയാം. ഈ വിശുദ്ധ കുർബാനയെ പുകഴ്ത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിപ്പുകൾ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. പരിശുദ്ധനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ വിലപിച്ചു. സഭയുടെ പ്രിയപ്പെട്ട വൈദികർ സഭയെ വേദനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സന്യസ്തർ സഭയെ വേദനിപ്പിക്കുന്നു. അൽമായ പ്രേക്ഷിതർ പലപ്പോഴും സഭയെ വേദനിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയെ വേദനിപ്പിച്ചുകൊണ്ട് സഭ രൂപപ്പെടുന്നത്
സഭ പ്രവർത്തന നിരതമാകുന്നത്, സഭ വളരുന്നത് വിശുദ്ധ കുർബാനയാലാണ് എന്ന് തിരിച്ചറിയാതെ കുർബാനയെ ലാഘവമായി സമീപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് മാപ്പിരക്കുന്നു. എല്ലാ വൈദികരും 5 ലക്ഷത്തിലേറെ വരുന്ന വൈദികർ, 5 ലക്ഷത്തിലേറെ അൾത്താരകൾ അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളുടെ ശക്തി പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പ്രകടമാകാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവ നിന്ദയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. സമർപ്പണ ജീവിതത്തോട് അവിശ്വസ്തത കാണിച്ചുകൊണ്ട്, സമർപ്പണം അഭിനയിച്ചുകൊണ്ട് സഭയെ പീഡിപ്പിക്കുന്ന സമർപ്പിതരെ ഓർത്ത് അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് മാപ്പിരക്കാം. ഈ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാക്കി ലോകത്തിൻ്റെ പ്രമാണങ്ങൾ സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ മാപ്പിരക്കാം. ഈ സഭയോട് കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ അമ്മേ നിന്ദനമേൽക്കുന്ന സഭയിൽ സന്തോഷിക്കുന്ന വിശ്വാസികൾ, നീ നിന്ദനമേൽക്കുമ്പോൾ സഭാവിശ്വാസികൾ തന്നെ സഭയെ നിന്ദിക്കാനിടയായി തീരുന്ന അവസ്ഥ. തിരുസഭ കനൽ വഴിയിൽ സഭ അനുഭവിക്കുന്ന നൊമ്പരങ്ങളിൽ സഭയെ ഒറ്റിക്കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് മാറ്റണമേ. ഈ കാലഘട്ടത്തിന് മോചനമായി തീരേണ്ട സഭാ ശരീരത്തെ വീണ്ടും മുറിവേൽപ്പിക്കുകയും പരിഹസിക്കുകയും കല്ലെറിയുകയും ചാട്ടവാറടിക്കുകയും ചെയ്യുന്ന സഭാവിശ്വാസികളെ ഓർത്ത് മാപ്പിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് പുറത്തു നിന്നുമുള്ള ആസൂത്രിതമായ ആക്രമണങ്ങൾ, പലതരത്തിലുള്ള ആക്രമണങ്ങൾ, തെറ്റായ പഠനങ്ങളിലൂടെ സഭയെ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ, വിവിധ മാധ്യമങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ സഭാ പഠനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവര്, ആ വാതിലുകളിലൂടെയെല്ലാം സാത്താൻ കടന്നു വരുന്നു. സാത്താൻ ദൈവത്തിന്റെ രൂപം ധരിച്ച് കടന്നു വരുന്നു. മാലാഖമാരുടെ രൂപത്തിൽ സാത്താൻ കടന്നു വരുന്നു. ഈ അപകടത്തെ തിരിച്ചറിയാനുള്ള വിവേചനം നൽകണമേ. എന്റെ അമ്മയായ സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള നൊമ്പരത്താൽ എരിയുന്ന ഒരു ഹൃദയം ബലഹീനനായ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബം തകർക്കപ്പെടുന്നു. കുടുംബത്തിൽ ആരാധനകളില്ല. കുടുംബത്തിലാണ് കുർബാനകൾ പൂർത്തീകരിക്കപ്പെടേണ്ടതെങ്കിൽ അവിടെയും കുർബാന നിന്ദിക്കപ്പെടുന്നു. എന്റെ ദൈവം വീണ്ടും നിന്ദിക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിലൂടെ. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. വാഴ്ത്തിയ തിരുവോസ്തിക്ക് വലിയ വില വാങ്ങി വിറ്റുകളയുന്ന വിൽപ്പനക്കാര് യൂദാസിന്റെ മാർഗം സ്വീകരിക്കുമ്പോൾ കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. പരുക്കുകളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ സഭാ ശരീരത്തെ അവിടുത്തെ തിരുരക്തത്താൽ സുഖപ്പെടുത്തി ആ മുറിവുകളെല്ലാം തിരുമുറിവുകളാക്കി രൂപാന്തരപ്പെടുത്തണമേ. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ആസൂത്രിതമായ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിരുദ്ധ ശക്തികളെ യേശുക്രിസ്തുവിന്റെ വിലവേറിയ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ബലഹീനനായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാരിത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ വൈദികരോട് ചേർന്നുകൊണ്ട് ഇന്ന് അർപ്പിക്കപ്പെട്ട 5000-ലേറെ 5 ലക്ഷത്തിലേറെ കുർബാനയുടെ യോഗ്യതയാൽ സാത്താന്റെ കോട്ടകളെ തകർക്കുന്നു.
വിശുദ്ധ കുർബാനയ്ക്കെതിരെ സാത്താൻ ഉയർത്തുന്ന എല്ലാ ഗൂഢതന്ത്രങ്ങളെയും അവന്റെ കെണികളെയും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ശക്തിയാൽ ഞാൻ തകർക്കുന്നു, ഛിന്ന ഭിന്നമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസപര അഭിഷേകമായി ഏറ്റുവാങ്ങാൻ ഇന്ന് സന്ദേശത്തിൽ റാണിയിലൂടെ ഏറ്റുവാങ്ങിയതുപോലെ ആ സന്ദേശം വേദനയോടെ ഏറ്റുവാങ്ങാൻ കുഞ്ഞുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ ഇറങ്ങി വരുമ്പോൾ, കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മ ഇറങ്ങി വരുമ്പോൾ, എൻ്റെ അമ്മയെ ചേർന്ന് നിൽക്കണമേ, എൻ്റെ അമ്മയെ ചേർന്ന് നിൽക്കണമേ. അവിടുത്തെ മകനെ ബലിക്ക് നൽകി എന്നെ മകനായി സ്വീകരിച്ച എൻ്റെ അമ്മേ, ഈ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം നൽകി ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാൻ എന്നെയും അർഹനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ സുപ്പീരിയേഴ്സിനെ സമർപ്പിക്കുന്നു, സന്യാസ സുപ്പീരിയേഴ്സിനെ സമർപ്പിക്കുന്നു, സന്യാസി അംഗങ്ങളെ സമർപ്പിക്കുന്നു, വൈദിക മേലധ്യക്ഷന്മാരെ സമർപ്പിക്കുന്നു, കർദിനാളന്മാരെ സമർപ്പിക്കുന്നു, പാപ്പ മുതൽ നേതൃത്വ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അടിസ്ഥാന സഭയായ സഭാ സമൂഹത്തെ ഈ കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാത്താനെ അകറ്റി നിർത്താൻ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ അവയെല്ലാം പൊതിയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും ഈ നിമിഷം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 53-ാം ദിവസം പ്രിയപ്പെട്ടവരെ നമ്മൾ എണ്ണി 53 വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങളാക്കി. പ്രാർത്ഥനയിൽ മദ്യപാനത്തിലും ലഹരിയിലുമായിരിക്കുന്നവർ, ഗർഭിഷ്ഠരും അഹങ്കാരികളുമായിരിക്കുന്നവർ, നിരാശിതരും വിഷാദിതരുമായിരിക്കുന്നവർ, പ്രണയ ഗുരുക്കിൽപ്പെട്ടവർ, വിശ്വാസത്യാഗം സംഭവിച്ചവർ, ശുദ്ധീകരണ സ്ഥല ആത്മാക്കള്, പൂർണ്ണ ഹത്യ സംഭവിച്ചു പോയവരെ പ്രോത്സാഹിപ്പിക്കുന്നവര്, മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ, ദൈവദൂഷകര്, സാത്താൻ ആരാധകര്, വെറുപ്പും വൈരാഗ്യവും പൈശാചികവും വളർത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവര്, അനുതാപവും മാനസാന്തരവും ഇല്ലാത്ത ആത്മാക്കൾ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, അത്യാഗ്രഹികളും ധനമോഹികളുമായവര് നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. സമർപ്പിത പിതാക്കന്മാര്, ജീവിത വ്യവതയിൽ ആണ്ടുപോയ ആത്മാക്കൾ, വഴിതെറ്റുന്ന യുവത്വം, സ്നേഹം തണുത്തുപോയ ആത്മാക്കൾ, ഭീരുത്വവും കാപട്യമുള്ള ആത്മാക്കൾ, മന്നോഷ്മരായ ആത്മാക്കൾ. അവരെന്താണ്? അവിടെ ചൂടും തണുപ്പുമില്ലാത്തവരാണ്. ഭീരുത്വം കാപട്യമുള്ള ആത്മാക്കൾ. ഇവിടെ ഇവരെല്ലാം തിരുസന്നിധിയിലേക്ക് ഉയർത്താം. ഭിന്നിപ്പും അനൈക്യവും സൃഷ്ടിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നവര്, ജഡീക പാപങ്ങളിൽ ജീവിക്കുന്നവര്, അനുസരണക്കേടതിലും മറുതലപ്പിലും കഴിയുന്നവര്, ഇങ്ങനെ എത്രയോ നിയോഗങ്ങൾ യേശുവിനെ അറിയാത്ത ആത്മാക്കൾ, ഹൃദയകാഠിന്യം ബാധിച്ചവര്, പരദൂഷകരും അപവാദം പരത്തുന്നവരുമായിട്ടുള്ളവര്, അവിശ്വാസികളും ദുർമാർഗികളുമായിട്ടുള്ളവര്, സംശയാലുക്കളും ചഞ്ചല മനസ്കരുമായവര്, നവമാധ്യമങ്ങളുടെ ദുർവിയോഗത്തിന് അടിപ്പെട്ട് ഈ മാധ്യമങ്ങൾക്ക് അടിപ്പെട്ടു പോയി അഡിക്റ്റായി തീർന്ന ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പലതരത്തിലുള്ള മാഫിയാകൾ ഇവിടെ വിശ്വാസത്തെ പോലും വിലയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ, അവരെ എല്ലാ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അവിടെ മാർക്കറ്റാണ് അവരുടെ വിഷയം. അവിടെ വിശുദ്ധമായതിനെ വിശുദ്ധമാക്കായി സൂക്ഷിക്കാൻ സാധിക്കാതെ അശുദ്ധമാക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. വ്യത്യസ്തമായ കാര്യങ്ങൾ, ദാമ്പത്യ അവിശ്വസ്തത വ്യാപകമായിരിക്കുന്നു. സിരുസഭയുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവര്, ഈ ലോക രാഷ്ട്ര നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരും, ദൈവഭയം നഷ്ടപ്പെട്ടു പോയവർ, നിത്യതയുടെ വെളിച്ചമില്ലാതെ അന്ധകാരത്തിൽ കഴിയുന്നവര്, കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, ദൈവവിളി നഷ്ടപ്പെടുത്തി കളഞ്ഞവര്, സഹന ശക്തി അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ അതിനെ ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്നവര്, സുഖഭോഗങ്ങളിലായിരിക്കുന്നവര്, ഇങ്ങനെ എത്ര കാരണങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ ചവിട്ടിക്കൊന്നിട്ടുള്ള എത്രയോ കൊലപാതകങ്ങളുണ്ട്.
സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വാതിലടച്ചു കളഞ്ഞ എത്രയോ പേരുണ്ട്. വാഹനത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കി സുഖമായി യാത്ര ചെയ്യുന്നവരെ പോലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന കൊലപാതകികളായ മാതാപിതാക്കൾ, കൊലപാതകികളായി മാതാപിതാക്കൾ ജീവിക്കുന്നിടത്ത് ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഇതിനെതിരെയുള്ള സഭയുടെ നിലപാടുകൾ കുറെ കൂടി ശക്തമാക്കാൻ, സഭ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവെ, കരുണയായിരിക്കണമേ. ഈ ഷക്കീന ടെലിവിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇതിന് നമുക്ക് 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈ 55 ദിവസം പൂർത്തിയാകും. അതിനുശേഷം നമ്മൾ റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ് എന്ന് ആ പേരിട്ടുകൊണ്ട് ദൈവം നമ്മോട് കാണിച്ച ആ ഒരു വിശ്വസ്തത, വാഗ്ദാനങ്ങൾ വിശ്വസ്തവനായവൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ വലിയ കൃപകൾ ഈ 55 ദിവസവും ഞങ്ങൾക്ക് വെളിപാടായി നൽകി. അതിൻ്റെ പിൻപിൽ അനേകരെ കൂട്ടിച്ചേർത്ത ആ വലിയ കൃപയെ നാം ഓരോരുത്തരും ഈ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചന ശുശ്രൂഷയിലൂടെ അവയ്ക്കെല്ലാം കൃതജ്ഞത അർപ്പിക്കുകയാണ്. ആഗസ്റ്റ് 27 മുതൽ 31 വരെ അതിൽ നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം അതിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദീപികാരുണ്യത്തിൻ്റെ ശക്തി ക്യാമ്പസ് മുഴുവനും നിറഞ്ഞിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുകയാണ്. ഇവിടെ നിന്നും ധാരാളം കൃപകൾ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നു, എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ന് പുതിയൊരു വെളിച്ചം നൽകാൻ ദൈവം ഉപയോഗിക്കുന്ന ഈ മാർഗത്തെ നമ്മുടെ ദശാംശങ്ങളിലൂടെ നാം പ്രോത്സാഹിപ്പിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷയായി ഇതിനെ ഏറ്റെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന, വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. അതാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം ഈ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എപ്പോഴും ഊന്നിപ്പറയുന്നുണ്ട്. അമ്മയ്ക്കൊരുക്കമായി മാലാഖമാർ ഇറങ്ങി വന്നവരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക, തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ കുറെ കൂടി വ്യാപകമാകണം. അതിൽ ധാരാളം ആളുകളിലെത്താൻ എല്ലാം DTH പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ശുശ്രൂഷകൾ കടന്നു വരാനിടയായി തീരണം. അതിനുള്ള ബ്ലോക്കുകളെല്ലാം തകർക്കപ്പെടണം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ആ വലിയ ശക്തിയാൽ അതിനുള്ള എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം സഭയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഞാൻ നിർവീര്യമാക്കുന്നു. തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്നു, സാത്താന്റെ കോട്ടകളെ തകർക്കുന്നു, പാതാളത്തിലെ കാട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളെല്ലാം, ഇവിടെയുള്ള ശുശ്രൂഷകൾ പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലുള്ള നമ്മളുടെ ജീവിതങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഓരോ രാഷ്ട്രത്തെയും ഇന്നിപ്പോൾ നമുക്കറിയാം. കാബൂളിൽ നടക്കുന്ന ആ രക്തച്ചൊരിച്ചിലിനെ പറ്റി നമുക്കറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്, സുരക്ഷിതമായ കവചമാണ്.
ആ സുരക്ഷിതമായ കവചത്തിൽ നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ നാടിനെ സമർപ്പിക്കാം, എല്ലാ വൈദികരെയും സമർപ്പിക്കാം, ഈ സഭാ സമൂഹത്തെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെ നമുക്ക് സമർപ്പിക്കാം. ഈ സഭയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഓരോ കുടുംബത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ അറിയുന്നു. ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ നിങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ സന്നദ്ധിയിൽ മാപ്പിരന്ന് രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ക്യാമ്പസിനെ സമർപ്പിക്കുന്നു. ഇതിനെതിരെ സാത്താൻ ആഞ്ഞടിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ കുടുംബമായി സമർപ്പിക്കുന്നു. അവിടെ വഴിയാത്രകളെ സമർപ്പിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികളെ സമർപ്പിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ ഏതെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഈ ക്യാമ്പസിനെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ ഉച്ചത്തിൽ നിങ്ങൾ ഏറ്റു ചൊല്ലുക. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും രാജ്ഞിയായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെയും ഈ ലോകത്തെയും ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ശക്കേന കുടുംബത്തെയും ഈ ക്യാമ്പസിനെയും പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങ് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ അമൂല്യ രക്തമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുമേൽ നിന്നുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സഭ, യേശുക്രിസ്തു ജീവൻ കൊടുത്ത് രൂപപ്പെടുത്തിയെടുത്ത സഭ, ഈ സഭ ഇന്ന് ശക്തി പ്രാപിക്കാൻ നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. വളർന്നു വരുന്ന തലമുറയെ സമർപ്പിക്കാം. നമുക്കെതിരെ, ഈ സഭാ സമൂഹത്തിനെതിരെ, ഈ സഭയിലൂടെ മാത്രമേ ഇന്ന് ഈ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഭയെ വീഴ്ത്താൻ ശ്രമിക്കുന്ന തിന്മയുടെ എല്ലാ കോട്ടകളെയും തകർക്കുന്ന ദിവ്യമായ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടാനിടയാകട്ടെ. നമുക്ക് മുട്ടുമേൽ നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹീതരാ. അമ്മേ സഭയാമമ്മേ, നീ നിന്നനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്നനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. നീ നിന്നനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു.
പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.